الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم عباد الله وإياي بتقوى الله لا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وما توفيقي إلا عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله أبي وأمي وأهلي وبنتي ومالي وجسدي وروحي وقلبي فداك يا رسول الله خذ بيدي قلت حيلتي خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع قرآن بين الله عز وجل إن أول ما يسأل عنه العبد يوم القيامة ألم نصح جسمك ونربك من الماء البارد فأين شكر ذلك
أو كما قال سيدنا وحبيبنا رسول الله لعلك تحلو والحياة مريرة لعلك ترضى والأنام غضاب لعلك تحلو والحياة مريرة لعلك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك البد يا غاية المنى فكل الذي فوق تراب تراب യജമാനനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹ്ലായ ഫള് കൊണ്ട് നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ദിവസത്തെ ദീനി മജ്ലിസിൻ്റെ അനുഗ്രഹീതമായ ആദ്യത്തെ ദിവസം അഥവാ മുഹറമിൻ്റെ 9 പകല് കഴിഞ്ഞുള്ള മുഹറമിൻ്റെ 10 അനുഗ്രഹീത രാത്രിയിൽ ഈ പരിശുദ്ധ പള്ളിയുടെ ഓരത്ത് ഈ മജ്ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ റബ്ബ് ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ 10 അന്ന് ഒരുപാട് വിശ്വാസികൾക്ക് പല ഘട്ടങ്ങളിലാക്കി വിജയം നൽകിയതുപോലെ നമുക്കും അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തരുമാറാകട്ടെ. അവനിലേക്ക് അടുക്കാൻ, അവനിൽ ലയിക്കാൻ, അവനറിയാൻ, അവനിൽ ലയിച്ച് മരിക്കാൻ അല്ലാഹു ഈ മജ്ലിസ് ഒരു കാരണമാക്കുമാറാകട്ടെ. അഭിവന്ദരും ബഹുമാന്യരും, അനുഗ്രഹീതമായി മജ്ലിസിൻ്റെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന ബഹുമാന്യനായ പ്രസിഡന്റ് അബ്ദുസ്സലാം സാഹിബ്, ഖിറാഅത്ത് നിർവഹിച്ച റബീഅ പാലോട് ഹിഫ്ള് വിദ്യാർത്ഥി, സ്വാഗതം ആശംസിച്ച ബഹുമാന്യ ജനറൽ സെക്രട്ടറി ഷാജഹാൻ സാഹിബ്, എല്ലാറ്റിലും ഉപരി ഈ മജ്ലിസിന്റെ സമുദ്ഘാടകനും ഈ മഹലിന്റെ എല്ലാമായ ഇവിടുത്തെ ചീഫ് ഇമാമും എൻ്റെ പ്രിയ സ്നേഹിതനും നല്ല സഹോദരനും നല്ല ആലിമും നല്ല ഹാഫിളും ഒക്കെയായ ഹാഫിൽ ഹുസൈൻ അലി വാഫി ഉസ്താദ്, കേരളക്കരയിലെ വ്യക്തിബന്ധം കൊണ്ട് ഈയുള്ളവൻ ഒരുപാട് അടുപ്പമുണ്ടാവുകയും പ്രഭാഷണ ലോകത്ത് അല്ലാഹു തആല അനുഗ്രഹീതമാക്കി നിലനിർത്തുകയും ചെയ്ത പ്രിയ സ്നേഹിതനും പ്രിയ ആലിമുമായ ബഹുമാന്യ സഹോദരൻ റാസി ബാഖവി ഉസ്താദ്, എൻ്റെ പ്രിയ സ്നേഹിതനും കടുവയിൽ ജാമിയ സ്വലാഹിയ ഇസ്ലാമിയ അറബി കോളേജിലെ അനുഗ്രഹീത ഉസ്താദും അധ്യാപകനും ഒക്കെയായ നൗഫൽ ഉസ്താദ്, മറ്റേ മഹനീയ വേദിയിൽ സംഗമിച്ച, സദസ്സിൽ സംഗമിച്ച ഈ പരിശുദ്ധ പള്ളിയുടെ പരിപാലക സമിതിയിലെ ഈ നാട്ടിൻ്റെ സമുന്നത നേതാക്കൾ, പ്രിയ പിതാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, യുവാക്കൾ, ഉലമാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, കൊച്ചുമക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതസ്പർദ്ധകളാൽ വൈരം തീർക്കപ്പെടാത്ത തലത്തിൽ വളരെ ഐക്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നല്ലവരായ ഇതരമതാനുയായികളുടെ സംഗമ ഭൂമികയായ ഈ അനുഗ്രഹീത നാട്ടിൽ നല്ലവരായ ഇതരമതാനുയായികൾ ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മതമായ
വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, കബറടി മുസ്ലിം ജമാഅത്ത് 29ാമത് സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ രാത്രി, ഇത് മുഹറം 10-ന്റെ രാവാണ്. മൂസ നബി അലൈഹിസ്സലാം അടക്കം അവിടത്തെ സമുദായത്തിനടക്കം ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് നിർണായകമായ ജീവിതത്തിൻ്റെ വിജയത്തിന് അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസം. ആ ദിവസത്തിൻ്റെ രാത്രിയിലാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലെന്ന് കൂടി നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ രാത്രി തേടുന്നവർക്കൊക്കെയും അള്ളാഹു ഇജാബത്ത് തരുമെന്നാണ്. വിജയമാണ് കൊതിക്കുന്നതെങ്കിൽ വിജയം തരും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ രാത്രി ഈ പകലും, അതായത് മുഹറമിന്റെ രാത്രിയും പകലും, ഇന്നത്തെ രാത്രി നാളത്തെ പകലുമാണ് 10-ന്റെ. ഓരോ നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് 70 തവണ ഓരോ നിസ്കാരത്തിന്റെ പിറകിലും ഒരാൾ ചൊല്ലിയാൽ എല്ലാ മുസീബത്തുകളിൽ നിന്നും അവന് സലാമത്തുണ്ടാവുന്നതാണ്. എല്ലാ അപകട ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവലുണ്ടാവുകയും ആ വർഷം അടുത്ത മുഹറം എത്തുന്നതിന് മുമ്പ് മരിച്ചാൽ ശിക്ഷിക്കപ്പെടാത്ത തരത്തിൽ അല്ലാഹു തആല അനുഗ്രഹിക്കുമെന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അനുഗ്രഹീത രാത്രിയാണ്. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താവട്ടെ, വെള്ളിയാഴ്ച നമ്മൾ ഇതൊക്കെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കിടക്കല്ല. ഇന്നിപ്പോൾ അള്ളാഹ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് അങ്ങനത്തെ ഒരു പരിശുദ്ധമായ മുഹറമിൻ്റെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്, 10-ന്റെ രാത്രി. ഷംനാദൊക്കെ നേരത്തെ എത്തിയോ? അൽഹംദുലില്ലാഹ്. ഈ ഫ്രണ്ടിലൊക്കെ കുറച്ച് കസേരകൾ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നവർക്ക് ആ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സംവിധാനം സംഘാടകർ ഒരുക്കണം. അതല്ലെങ്കിൽ നമ്മളാരെങ്കിലുമൊക്കെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കും. നിർബന്ധമില്ല, ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിലും നല്ല ആത്മീയതയിൽ ഊന്നിയ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പ്രിയപ്പെട്ട ഹുസൈൻ അലി ഉസ്താദ് എന്നോട് പറഞ്ഞത്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വഅലിൻ്റെ മജ്ലിസ് ഈ മജ്ലിസാണ്. ഇന്നലെ മിനിയാന്നൊക്കെ ഹജ്ജിൻ്റെ ക്ലാസ്സുകളുണ്ടായിരുന്നു, അതൊക്കെ പകലായിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് വന്നവർക്കുള്ള ക്ലാസ് ഇന്നലെ കൊല്ലത്തായിരുന്നു, മിനിയാന്ന് വെഞ്ഞാറമൂടായിരുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പുകളുടെ ക്ലാസ് ഉണ്ടാകാറുണ്ട്, അതൊക്കെ പകലാണ്. രാത്രിയിലെ ഒരു മജ്ലിസ് അള്ളാഹു എനിക്കും തിരഞ്ഞെടുത്തത് ഈ രാത്രിയായപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ ഹജ്ജും ഉംറകളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് തവണ അതൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അത് നോമ്പായിരുന്നു എല്ലാവർക്കും അല്ലേ? ആ നോമ്പൊക്കെ കഴിഞ്ഞു, എല്ലാവരും വന്നിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. ആ ക്ഷീണം തൽക്കാലം നമുക്ക് ഇന്നത്തെ രാത്രിയെ മാനിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അയ്യമൊക്കെ ഇങ്ങ് അടുത്തേക്ക് വാ, ഇവിടെ ഇരിക്കാം, ഫ്രണ്ടിലോട്ടിരിക്കാം. മഹലിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ് അവർ. എന്നിട്ട് അങ്ങ് ചിറയൻകീഴിൽ നിന്നൊക്കെ ഒരു ഓടിയെത്താണ് പണ്ടകശാല പള്ളിയിൽ. അതേപോലെ നമ്മുടെ ചിറയൻകീഴുള്ള അൽ അമീൻ, അങ്ങനെ പലരും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ ആ സഹോദരൻ അവിടെ ഉണ്ട്. അയാളിവിടെ എത്തിയോന്ന് എനിക്കറിയില്ല, ഇങ്ങോട്ട് എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. ഏതാവട്ടെ, അള്ളാഹു അവരുടെയൊക്കെ ഇഖ്ലാസിനെ കബൂലാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ നന്മകളെ മാനിച്ച് നമുക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരോട് ചർച്ച ചെയ്യാനുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത 3ാമത്തെ അധിപൻ തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച 6 കാര്യങ്ങളുണ്ട്. ഇന്നൽ മുഅ്മിന ഫീ സിത്തത്തി അൻവാഇ മിനൽ ഖൗഫ്. ഒരാൾ മുസ്ലിമാണെങ്കിൽ, പ്രായപൂർത്തിയും ബുദ്ധിയും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു മുഅ്മിനാണെങ്കിൽ, അവന്റെ ബോധം നിലനിൽക്കുന്ന കാലമത്രയും രാപ്പകലുകളുടെ വ്യത്യാസമില്ലാതെ അവന്റെ സ്വകാര്യ നിമിഷങ്ങളോ ബാഹ്യ നിമിഷങ്ങളോ ജനങ്ങളോടൊത്തുള്ള നിമിഷങ്ങളോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും അവന്റെ മരണം വരെ ആ വിശ്വാസിയെ അല്ലെങ്കിൽ ആ വിശ്വാസിനിയെ ഇടതടവില്ലാതെ പിന്തുടരപ്പെടേണ്ട 6 ഭയങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെയും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. നിങ്ങളോട് പ്രസംഗിക്കുന്നവനും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ആ ഈമാൻ കൊണ്ട് നമ്മെ അവസാനം വരെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഭയത്തോടു കൂടി തന്നെ പറയേ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ ഈ 6 ഭയം നമ്മെ വിടാതെ പിന്തുടരണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, ഞാൻ ഹജ്ജ് ചെയ്തു, ഞാൻ വഅദ് പറഞ്ഞു, ഞാൻ ദിക്റിന്റെ മജ്ലിസിൽ കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഈ ഒരു ഭയം നമ്മുടെ മനസ്സിനകത്തുണ്ടായിട്ടില്ലെങ്കിൽ നമ്മെ ശൈത്താൻ പിടികൂടും, നമ്മൾ അപകടത്തിൽ പെട്ടുപോകും, ചെയ്തതൊക്കെ വെറുതെയാകും, അവസാനം ഈമാനില്ലാതെ ചത്തുപോകേണ്ട ഗതികേടിൽ പോലും നമ്മൾ എത്തിപ്പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അത് വരാതിരിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുത്തുനബിയുടെ തിരു ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആന്റെ തിരുവചനങ്ങളിൽ നിന്നും ആറ്റിക്കുറുക്കി നമ്മെ പഠിപ്പിക്കുന്ന 6 ഭയം. കബറടി മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയുടെ ഓരത്തുള്ള എൻ്റെ ഉമ്മമാരും ഈ ഭയം വിടാതെ പിന്തുടരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഈമാൻ സലാമത്തായി കിട്ടണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളും നാളെ സ്വർഗം കൊതിക്കുന്നുവെങ്കിൽ ഈ ഭയം നമ്മെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. എന്റെ സഹോദര, അള്ളാഹുവിന്റെ സ്വർഗമാണ് കൊതിക്കുന്നതെങ്കിൽ ഈ 6 ഭയത്തിന്റെ നടുത്തളത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോ ഇന്നത്തെ രാത്രി 6 ഭയത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഏതാണ് ഈ 6 ഭയം എൻ്റെ പ്രിയപ്പെട്ടവരെ? ചിലതൊക്കെ നമുക്കറിയാം, നമ്മളെ ഉള്ളിലുണ്ട്, ചിലത് നമുക്ക് അറിയാം. ഇതൊക്കെ അനുഭവത്തിലാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. ഏതാണ് ഈ 6 ഭയം? ഒന്നാമത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഭയം മിൻ ഖിബലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഭയം. അള്ളാഹിനെ കുറിച്ചുള്ള ഭയം. ഏത് ഭയം? ആ ഭയം നമുക്കുണ്ട് ഇല്ലേ? ആ ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, അള്ളാഹ് ശിക്ഷിക്കുമെന്നുള്ള പേടി, അത് വേറെ. ആ പേടിക്ക് പുറമേ വേണ്ട മറ്റൊരു പേടിയുണ്ട് ഷംനാദാക്ക. അതേതാ പേടിയെന്നറിയോ? നമ്മൾ ഇന്ന് വരെ ആ പേടി പേടിച്ചിട്ടില്ല. ആ പേടി പേടിക്കേണ്ടവരാ നമ്മൾ. പ്രത്യേകിച്ച് ഈ 2024 അഭിനവ ലോകത്ത് ഏറ്റവും അധികം പേടിക്കേണ്ടത് ആ പേടിയാണ്. ഏതാ പേടിയെന്നറിയോ? അയ്യഖുദ മിൻഹുൽ ഈമാൻ, എന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ ഫലമായി, എന്റെ ഏതെങ്കിലും തോന്നിവാസങ്ങളുടെ ഫലമായി, എന്റെ ഏതെങ്കിലും ദുഷിച്ച ചിന്തകളുടെ ഫലമായി, എന്റെ ഏതെങ്കിലും മോശമായ കാഴ്ചയുടെ ഫലമായി, എന്റെ ഏതെങ്കിലും അതിരുവിട്ട പ്രവർത്തനങ്ങളുടെ പറച്ചിലുകളുടെ ഫലമായി, എന്റെ ഏതെങ്കിലും വൃത്തികെട്ടത് കേട്ടതിന്റെ ഫലമായി അയ്യഖുദ മിൻഹുൽ ഈമാൻ, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ സന്നിവേശിപ്പിച്ചു തന്ന ഈ ഈമാനെങ്ങാനും അല്ലാഹു തആല പറിച്ചെറിഞ്ഞ് കളയുമോ? ഈമാനില്ലാതെ എന്നെ കാഫിറാക്കി കളയുമോ? ഈമാനില്ലാതെ എന്നെ അവിശ്വാസിയാക്കി കളയുമോ? ഈ ഭയം ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ അവന്റെ മരണം വരെ വിടാതെ പിന്തുടരണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഹജ്ജ് ചെയ്യും ഒക്കെ പറഞ്ഞതൊക്കെ ശരിയാ. ഈമാൻ എത്രത്തോളം ഈ ഉള്ളിലുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഇത് തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. കാരണം ഇത് നശിപ്പിക്കാൻ ആ പിശാച് നമ്മളോടൊപ്പം നടക്കുന്നത്. അപ്പോഴും ചിലപ്പോൾ നിസ്കരിക്കാൻ നമ്മളുണ്ടാവും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈമാനില്ലേ പിന്നെ നിസ്കരിക്കുമെന്ന് ചോദിക്കണ്ട. അപ്പോഴും ചിലപ്പോൾ നോമ്പ് പിടിക്കാൻ നമ്മളുണ്ടാവും. നമ്മളെന്ന് പറയാൻ തന്നെ പേടിയുണ്ട്. കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമ്മളുണ്ടാവും. പക്ഷെ ഉള്ളിൽ അപ്പോഴും ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ പോയാ ഇല്ലെന്ന് ആർക്കറിയാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇത് ചെറിയ വിഷയമല്ല. അതുകൊണ്ടാണ് മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അനിഷേധ്യനായ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ലൗ ലമ്മനി ബൈതുനം ലിംവൽ ഹബീബു ബിഹി ലകാന ദാലിക ലീ റൗളും വബുസ്താനു. അല്ലാഹുവിന്റെ മുത്തുനബി ഇതുപോലെ സ്നേഹിച്ച മറ്റൊരാളില്ല.
അവിടെയാണ് അല്ലാഹുവിന്റെ മുത്തുനബി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനം. പ്രിയപ്പെട്ടവരെ, അവിടത്തെ വഫാത്തോടടുക്കുന്ന നേരത്ത് സ്വഹാബത്ത് പാരാവാരം കണക്കെ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി അവരോട് പറഞ്ഞ ഒരു വലിയ ഉപദേശമുണ്ട്. സ്വഹാബാ, നിങ്ങൾ ഒരുപാട് പേരെന്നെ സഹായിച്ചവരാണ്. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോ, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ, അതുപോലെ തന്നെ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച്, അതുപോലെ ഇസ്ലാമിന്റെ സന്നിഗ്ധമായ ഒരുപാട് ഘട്ടങ്ങളിൽ നിങ്ങൾ സ്വയം മറന്നെന്നെ സഹായിച്ചവരാണ്. അതെല്ലാം എന്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് നബി അല്പാൽപമായി എന്നെ സഹായിച്ചവർക്ക് മുഴുവനും ഗനീമത്ത് സ്വത്തിന്റെ വിഹിതമായിട്ടും അല്ലാതെയും ഞാൻ അവർക്ക് മുഴുവനും പകരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഈ മുഹമ്മദ് നബിയിലൂടെ ദീനിനെ സഹായിച്ചവരാരൊക്കെയുണ്ടോ അവർക്ക് മുഴുവനും ഈ മുഹമ്മദ് നബി തിരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു കൊടുക്കാത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ഇല്ല, അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കറിന് മാത്രം ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ അബൂബക്കറിന് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അബൂബക്കറിന് കൊടുക്കുന്നത് ഇവിടെ അല്ല. എന്റെ അബൂബക്കറിന് ഞാൻ കൊടുക്കുന്നത് നാളത്തെ ലോകത്ത് വെച്ചാണെന്ന് അല്ലാഹുവിന്റെ മുത്തുനബി വിളിച്ചു പറയുമ്പോ ആ മജ്ലിസിലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ഇടയിൽ പോലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ദിവസം ഓതിയ ആയത്തേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈമാൻ ഒരു ചെറിയ വിഷയമല്ല. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയേറെയാണ് ഉമ്മ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തോ. ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ ഈമാന്റെ പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വലിയ മഹാൻ മഗ്രിബ് നിസ്കരിക്കുന്നു. ആ മഗ്രിബ് നിസ്കാരത്തിന്റെ ഫാത്തിഹയ്ക്ക് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് ഓതുന്നത് ഒരു ആയത്താണ്. പ്രിയപ്പെട്ടവരെ, ഏതാ ആയത്തെന്നറിയുമോ? അല്ലാഹ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഖ്ഖാബ്. മുഹറമിന്റെ അനുഗ്രഹീതമായ 10ാമത്തെ രാത്രി ഈ പരിശുദ്ധ മജ്ലിസിലിരിക്കുന്ന ഖബറടിയിലെ ഉമ്മ, ഈ പ്രാർത്ഥന എന്റെ ഉമ്മ മറന്നു പോകണ്ട ഉമ്മ. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ഈ ജന്മം പാഴാണേ ഉമ്മ. എന്റെ പൊന്ന സഹോദരാ, നിന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹീത സദസ്സുകളിൽ ഒന്നും ഈ പ്രാർത്ഥന നിനക്ക് നഷ്ടപ്പെട്ടു പോകല്ല. അബൂബക്കറിന് തങ്ങളുടെ ഹൃദയം തിളയ്ക്കുന്നു. അത് കണ്ണുകളിലൂടെ ബാഷ്പമായി ഒഴുകുന്നു. അവര് പേടിച്ച ഈമാനാ. പ്രിയപ്പെട്ടവരെ, റബ്ബനാ, ഞങ്ങളെ സംരക്ഷകനായ അല്ലാഹ്, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധമായ ഈമാന്റെ വെള്ളി വെളിച്ചത്തെ നീ പറിച്ചെറിയരുതേ അല്ലാഹ്. നീ ഊരിക്കളയരുതേ അല്ലാഹ്. നീ കെടുത്തി കളയരുതേ അല്ലാഹ്. ബഅദ ഇദ് ഹദൈതനാ, നിന്റെ ഔദാര്യം കൊണ്ട് ഹിദായത്തിലേക്ക് ഞങ്ങളെ നടത്തിയതിന് ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാഹ്.
ആ പരിശുദ്ധമായ ഹിദായത്തിന്റെ നടുത്തളത്തിലൂടെ ഞങ്ങളെ നടത്തിയതിന് ശേഷം ഞങ്ങളെ ഏതെങ്കിലും ഒരു ചിന്തയുടെ പേരിൽ, ഞങ്ങളെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ പേരിൽ, ഞങ്ങളെ ഏതെങ്കിലും ഒരു വാക്കിന്റെ പേരിൽ, ഞങ്ങളെ ഏതെങ്കിലും ഒരു ഈമാനികമായ നിരക്കാത്ത പ്രവൃത്തിയുടെ പേരിൽ ഞങ്ങളെ ഈമാനെ പറിച്ചെറിയരുതേ അല്ലാ, പിൻവലിക്കരുതേ അല്ലാ. ഈമാൻ കെട്ടുപോകുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങളെ നടത്തരുതേ അല്ലാ. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തുവെങ്കിൽ ഇവിടെയാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു വിഷയം അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. പേടി നമുക്കുണ്ട്, ഖബർ പേടിയുണ്ട്, മഹ്ശറ പേടിയുണ്ട്. ഇതൊക്കെ റബ്ബിനെ പേടിച്ചിട്ട് തന്നെ നിസ്കരിക്കാത്ത എന്താ, നിസ്കരിക്കുന്നത് എന്താ, ഖളാക്കിയ പോരെ? ഇല്ലല്ല, അല്ലാഹ് ശിക്ഷിക്കും. പേടിയുണ്ട് റബ്ബിനെ. ഈ പേടി വേണം, ഈ പേടി വേണം. അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും കരുതുന്നത് ഇതൊരു ചെറിയ പേടിയില്ല. അങ്ങനെയൊന്നും എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല എന്നൊന്നും ഒരാളും കരുതണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹുടെ മുത്തുനബി അവസാന കാലത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് ഈ കാലമാണോ നമ്മൾ ചിന്തിച്ചു നോക്ക്. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ ദീൻ അടിയറ വയ്ക്കുന്ന അധുനാധുന യുവാക്കളുടെ ലോകമാണ് ഈ ലോകം. ഇതാർക്കും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു യുവാവിനോടുള്ള സ്നേഹം, പ്രേമം അഭിനിവേശമായതിന്റെ പേരിൽ ഇന്നലെ വരെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന പ്രിയപ്പെട്ട 18കാരി പൊന്നുമോള് അവരുടെ പരിശുദ്ധമായ ഈമാനെ കുടിച്ചു മൂടിക്കളയുന്ന അധുനാധുന പെൺകുടിമാരുടെ ലോകമാണ് ഈ ലോകം. ഒരിച്ചിരി പണത്തിന് വേണ്ടി, ഒരിച്ചിരി അധികാരത്തിന് വേണ്ടി, ഒരൽപ്പം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അവഹേളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈമാനെ കെടുത്തിക്കളയുന്ന അധുനാധുന ലോകത്ത് എന്റെ മുസ്ലിമെ ചിന്തിച്ചോ, എന്റെ ചെറുപ്പക്കാരെ ആലോചിച്ചോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ആലോചിച്ചോ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തോ, എന്റെ ഈമാൻ നഷ്ടപ്പെടാതെ നീ കാക്കണേ പടച്ചോനെ എന്ന് എപ്പോഴും റബ്ബിനോട് തേടിക്കോ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ സംരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഞാൻ ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഞാൻ ഉംറ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു എന്ന ഒരു വലിയ മഹാനുണ്ട്, നമ്മുടെ കർമ്മലോകത്തെ വലിയ മഹാൻ. ആ ശിബിലി ഇമാം ഇറാഖിൽ ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നുണ്ട്, അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി എന്ന മഹാൻ. ഇത് ആരാന്നറിയോ? നമ്മൾ വിചാരിക്കണ ചില്ലറക്കാരല്ലേ ഇവരൊക്കെ, വലിയ ആളുകളാ. ഭൂമിയിലിരുന്ന് ആകാശത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന, മലക്കുകളുടെ ചലനങ്ങൾ പോലും കേൾക്കാൻ അല്ലാഹു തആല ആത്മാവിന്റെ ശ്രവണപുടങ്ങൾക്ക് തെളിവ് കൊടുത്ത, യോഗ്യത കൊടുത്ത, ശക്തി കൊടുത്ത മഹാരഥന്മാർ. അവരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനാ അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി. ചെറിയ ആളല്ല. ഇറാഖുകാരുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആത്മീയതയുടെ അവസാന വാക്ക്. അവർക്ക് പ്രശ്നം വന്നാൽ അവരെ ഓരത്തെത്തും. മന്ത്രിക്കാൻ, കുട്ടികളെ മന്ത്രിക്കാൻ, മറ്റു പലതിനും വരും. തങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, വാനര് ദുആ ചെയ്യും, പടച്ചോനെ മഴയില്ലവർക്ക് മഴ കൊടുക്ക്. അള്ളാഹിനോട് തേടി തീരുമ്പോഴേക്ക് മഴ കിട്ടുന്ന മഹാൻ അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി. ശിബിലി ഇമാമിന്റെ കൂടി വലിയ ഉസ്താദാണ്, ഷെയ്ഖാണ്. അതിനെ ശിബിലി ഇമാം പറയേ, ഞങ്ങളെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു, സൂദിലായി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് മറ്റൊരു നാട്ടിലെത്തി, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാട്. ആ നാട്ടിലെത്തി ഞങ്ങളെ ഉസ്താദ് ഒരുപാട് ദുനിയാവിന്റെ വെല്ലുവിളികളെ മുഴുവനെയും നേരിട്ടുകൊണ്ട് അധ്യാത്മശാസ്ത്ര ലോകത്തിലേക്ക് ഞങ്ങളാകുന്ന ശിഷ്യന്മാരുടെ ഹൃദയവും അതുപോലെ തന്നെ കൈകളും ആത്മാവിനെയും ഒരുപോലെ പിടിച്ചുയർത്താനുള്ള കെൽപ്പുണ്ടായിരുന്ന, അങ്ങനെ തന്നെ കൊണ്ടു നടന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് ഒരു നിമിഷം അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് അവർ ഒഴിവാകാറില്ല. അവരുടെ രാത്രികൾ പോലും, ഞങ്ങൾ ഉറങ്ങുമ്പോ പോലും അവർ ഉറങ്ങാറില്ല. അവരെ പാതിരാവുകൾ പോലും അവര് പ്രണയിച്ചിരുന്നത് പടച്ച റബ്ബിനെ. അങ്ങനെയാണല്ലോ ഔലിയാക്കളെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതൊരു ആനന്ദമാണ്. അല്ലാഹു ഈ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ അത് രുചിപ്പിക്കുമാറാകട്ടെ. ജമാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വഹുബ്ബുക ഫീ ഖൽബി ഫൈന തഗീബു. എന്റെ കണ്ണു തുറക്കുമ്പോ കാണുന്നത് മുഴുവനും നിന്റെ സ്നേഹമാണ്. നിന്റെ സൗന്ദര്യമല്ലാതെ എന്റെ കൽബ് കൊണ്ട് ഞാൻ കാണുന്നില്ല. എന്റെ നാവ് ഞാൻ ചലിപ്പിക്കുമ്പോ ആ നാവിലൂടെ പറയുന്നത് മുഴുവനും നിന്നെ കുറിച്ചാണ്.
എന്റെ ഹൃദയം നിനക്ക് തുറന്നു നോക്കാൻ കഴിയുമല്ലോ തമ്പുരാനെ, ഒന്ന് തുറന്നു നോക്ക്. ഈ ഖൽബിന്റെ വിശാലത മുഴുവനും പ്രേമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ സ്നേഹം മുഴുവനും നിനക്കാണ്. നിന്നെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല, നിന്നെ കുറിച്ചുള്ള മോഹമല്ലാതെ മറ്റൊന്നുമില്ല. നീയാണ് എന്റെ മോഹം, നീയാണ് എന്റെ സമാധാനം, നീയാണ് എന്റെ ആശ്വാസം, നീയാണ് എന്റെ ആനന്ദം, നീയാണ് എന്റെ സന്തോഷം തമ്പുരാനെ. ഫൈന തഗീബൂ, നീ ഇനി എവിടെ എനിക്ക് നഷ്ടപ്പെടുക എന്ന് ചോദിക്കുന്ന മഹാന്മാരുണ്ടല്ലോ, അവരെ ആത്മീയതയിലേക്ക് നയിച്ച മഹാന അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലിസി. അള്ളാഹു അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഈമാൻ കൊണ്ട് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ആ ഇമാമിനെ കുറിച്ച് ഷിബിലി ഇമാമ് പറയേ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടി പരിചയമില്ലാത്ത ഒരു നാട്ടിലെത്തി. ആ നാട്ടിലങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അവിശ്വാസികളുടെ ഇടയിലായിരുന്നു ഞങ്ങളുടെ താമസം. അപ്പൊ അവരുടെ ഭരണശാലയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഉസ്താദ് വന്നില്ല, എന്തൊക്കെ ചിന്തിച്ചു മാറിയിരുന്നു. അവസാനം കുറെ കഴിഞ്ഞ് ഞങ്ങൾ ഉസ്താദിന്റെ ഓരത്തെത്തി വെക്കുമ്പോ ഒരു സമയം ഒഴിവില്ലാതെ സുന്നത്ത് നിസ്കാരം പോലും നിസ്കരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നിർവഹിക്കുന്ന ഞങ്ങൾ ഉസ്താദിന് നിസ്കാരമില്ല. ഇതെന്ത് പറ്റും ഞങ്ങൾ ഉസ്താദിന്? ഞങ്ങൾ ടെന്റിനകത്ത് ഞങ്ങളെ ആത്മീയമായി ഉയർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ കൊണ്ടുപോയ ഉസ്താദാ, പക്ഷേ ഇബാദത്തൊന്നും പ്രത്യേകിച്ച് കാണല്ല. അങ്ങനെ സമയം കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫറള് മാത്രം നിസ്കരിക്കുന്ന അവസ്ഥയിലെത്തി. ആ ഫറള് മാത്രം നിസ്കരിക്കുന്നു, പിന്നെ മറ്റൊന്നും നിസ്കരിക്കുന്നില്ല. ആ ചുണ്ടുകൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ദിക്റൊന്നും വരുന്നില്ല. എപ്പോഴും ഏത് ഭക്ഷണം മുമ്പിലെത്തിയാലും ആ ഭക്ഷണത്തെ കുറിച്ച് ആദ്യം ഞങ്ങൾക്ക് അള്ളാനെ പറഞ്ഞുതരും. അള്ളയാണ് ഈ ഭക്ഷണം തന്നതെന്ന് പറഞ്ഞുതരും. അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തി പറയും, പക്ഷെ അതൊന്നും കേൾക്കല്ല. ആത്മീയമായി ഞങ്ങൾ ആരെയും വിളിച്ച് തസ്കിയത്തും തർബിയത്തും ഒന്നും നടത്തുന്നില്ല. ദിവസം 1-2 കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കെ അവസാനം ഞങ്ങൾ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് വെച്ചു, ഉസ്താദേ എന്തു പറ്റി? വർഷങ്ങളായി ഇങ്ങനെ നടക്കുന്ന നിങ്ങളിൽ നിന്ന് ഇബാദത്തൊന്നും കാണുന്നില്ല, നിങ്ങൾ ഞങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുന്നില്ല, ഞങ്ങളെ ഉപദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് പറഞ്ഞ പാടേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് കരയുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊന്നുമോനെ ശിബിലി, അന്യരിൽ നിന്ന് പാഠം പഠിക്കണേ പൊന്നുമോനെ. എന്റെ ഗതികേട് നിനക്കല്ലാഹു തരാതിരിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ട ഉസ്താദായി ശൈഖായി നീ കൊണ്ടു നടന്ന ഇവന്റെ ഉള്ളില് ഈമാനില്ല പൊന്നുമോനെ. എന്റെ ഈമാൻ അല്ലാഹു പിൻവലിച്ച് കളഞ്ഞേ മോനെ. ഇതും പറഞ്ഞ് ഉസ്താദ് കരയേ. ഇത് റബ്ബ് തരണം സഹോദര. ഇതെങ്ങാനും പടച്ച റബ്ബ് പിൻവലിച്ച് കളഞ്ഞാൽ പിന്നെ ആയുസ് കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കാതെ ഇതിനെ പിടിച്ചെടുക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ യുവാക്കളെ ചിന്തിച്ചോ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അധുനാധുന ലോകത്തെ പ്രവർത്തികതകൾക്കിടയിൽ എന്റെ പൊന്നുമോൻ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ കാത്തോ. ഇമാമും ഞെട്ടി. ഞങ്ങളെ ഉസ്താദിന് എന്തു പറ്റി? അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചില്ലേ, വല്ല ഹദീസ് ഓർമ്മ ഉണ്ടോ? ഇല്ല മോനെ, ഈമാൻ പോയതോടുകൂടി എല്ലാ ഹദീസും പോയി. എൻ്റെ കൽബിൽ ഒരൊറ്റ ഹദീസേ ഉള്ളൂ, ഈമാനെ നശിപ്പിച്ചവനാരോ അവനെ കൊന്നു കളയുക എന്ന് പറഞ്ഞ ഒരു ഹദീസ് അല്ലാതെ മറ്റൊന്നും ഓർമ്മയിലില്ല. നിങ്ങൾക്ക് ഖുർആനായത്തോ ഖുർആൻ മുഴുവനും മനപ്പാടല്ലായിരുന്ന, എപ്പോഴും ഖുർആൻ കൊണ്ട് കളിച്ചല്ലേ. എവിടെ ഖുർആൻ? ഇല്ല മക്കളെ, ഖുർആനില്ല. ഒരൊറ്റ ആയത്തല്ലാതെ മറ്റൊന്നും എന്റെ കൽബിലില്ല. ഈമാനെ വിട്ടെറിഞ്ഞവനാരോ അവൻ വഴിപിഴച്ചു പോയി എന്ന ആശയം അല്ല പറയുന്ന ആയത്തല്ലാതെ എന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തും എന്റെ കൽബിലില്ല മക്കളെ. ഇതും പറഞ്ഞുകൊണ്ട് അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലിസി എന്ന മഹാൻ ശിബിലി ഇമാമിന്റെ മുമ്പിൽ നിന്ന് കരയുന്നു. തന്റെ 100 കണക്കിന് വരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് കരയുന്നു. എന്ത് ചെയ്യും? അവസാനം ശിബിലി ഇമാം പറയെ, ഞങ്ങൾ ഒരുപാട് കരഞ്ഞു, റബ്ബിനോട് ദുആ ചെയ്തു. ഇന്നലെ വരെ ഈ മഹാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ദുആ ചെയ്ത ഞങ്ങൾ അന്ന് ആദ്യമായി റബ്ബിനോട് പറഞ്ഞു, ഇയാളെ ഷെറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തോളനെ പടച്ചോനെന്ന്. കാരണം ഈമാനില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങൾ അയാളെ കളഞ്ഞിട്ട് നാട്ടിൽ പോയി, ഇറാഖിൽ ചെന്നു. ഇറാഖികൾ ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഞങ്ങളോട്, ഇറാഖുകാരനാ, ഞങ്ങളോട് അവർ ചോദിക്കുന്നത് ഞങ്ങളെ ഉസ്താദ് എവിടെയെന്നാ. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നാട്ടുകാരൊന്നാകെ കരഞ്ഞു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു. ഞങ്ങൾ അവസാനം ഇദ്ദേഹത്തെ ഒന്ന് കാണാനും എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നോ എന്ന് അറിയാനും ഒക്കെ ദുആ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചാ നാട്ടിലെത്തി. വിശാലമായ ചരിത്രമാണ്. തിരിച്ചാ നാട്ടിലെത്തിയിട്ട് അവസാനം ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, പന്നികളെയൊക്കെ മേച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ആൾ അയാളായിരിക്കും, ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പന്നികളെ മേക്കേ. ആരാ
ഇതാരാ പ്രിയപ്പെട്ടവരെ? പാഠം പഠിച്ചോ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം ധരിച്ച് പന്നികളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഈ രൂപം ഇങ്ങനെ കണ്ടു. ഈമാൻ്റെ വെളിച്ചമില്ലാതെ കാര്യിട്ടുണ്ട് കറുത്തുപോയ കുഫ്രിയത്തിൻ്റെ അടയാളങ്ങൾ വെളിവായിപ്പോയ മുഖത്തോടെ നിൽക്കുന്ന മനുഷ്യൻ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരത്തെ വന്നു. എന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, ഈമാൻ അല്ല തിരിച്ചെടുത്താൽ പിന്നെ കിട്ടാൻ പ്രയാസോ, ഈമാൻ കിട്ടാൻ പ്രയാസോ. നിങ്ങൾ എനിക്ക് വേണ്ട റബ്ബിനോട് പറയും, മരിക്കാറായി അതിന് മുമ്പെങ്കിലും എനിക്ക് ഈമാൻ കിട്ടണം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈമാനൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ഞാനിന്ന് പന്നികളെ നയിക്കേ. അതോടൊപ്പം തന്നെ ക്രൈസ്തവ പുരോഹിതനായി അങ്ങനെ നിലകൊള്ളേ, എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല എന്നും പറഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. ഉടനെ ശിബിലി ഇമാം അടക്കമുള്ള ശിഷ്യന്മാര് രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ, വർഷങ്ങളോളം നിന്നെ കുറിച്ച് ഞങ്ങളോട് വാതോരാതെ പറഞ്ഞ മഹാനാണ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് നീ സമ്മാനിച്ചു തന്ന ആ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈമാന തിരിച്ചു നൽകണേ അല്ലാ. ഞങ്ങള് കഥനം പൊട്ടി റബ്ബിനോട് ദുആ ചെയ്തു. ആ ദുആ കഴിയേണ്ട താമസം ഞങ്ങളെ ഉസ്താദിന്റെ മാറ്റം വരുന്നു. അദ്ദേഹം സ്വയം ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നു. ഈമാന പ്രഭകാരണം മുഖമങ്ങനെ തിളങ്ങുന്നു. അടുത്തുള്ള പുഴയിലേക്ക് ചെന്ന് കുളിച്ച് വൃത്തിയാകുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ആ നിസ്കാരത്തിൽ മുഴുവനും കുറ്റബോധത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, റബ്ബേ, ഈ അബൂ അബ്ദുല്ലാഹിൽ ഉംദുൽസിയെ ഇനിയും പരീക്ഷിക്കരുതേ അല്ലാ, ഇവന്റെ ഈമാന പറിച്ചു പിടിക്കരുതേ അല്ലാ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത പോലും ഇനി ഇവരിൽ വരാതെ കാക്കടേ അല്ലാ. അങ്ങനെ വന്നതിന് മുഴുവനും മാപ്പ് തരണേ അല്ലാ. ഇമാം ശിബിലി ഇമാം പറയുന്നുണ്ട്, അള്ളാഹു പഴയതിനേക്കാളും അറിവും യോഗ്യതയും സ്ഥാനമൊക്കെ ഈ മഹാന് തിരിച്ചെടുത്തു. എന്താ സംഭവം എന്നറിയോ? ഈ മഹാനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾക്ക് എന്താ പറ്റി? ഞങ്ങളറിയാത്ത എന്തോ ഒരു പ്രശ്നം നിങ്ങളും അള്ളയും തമ്മിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ഈമാൻ പോയത്. എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവിടെ നമ്മളും ചിന്തിക്കേണ്ടത്, എൻ്റെ മക്കളെ, നമ്മൾ ഈ നാട്ടിലെത്തിയില്ലേ? എത്തി. അന്ന് ഈ നാട്ടിലെത്തുമ്പോൾ ഇവിടെ മുഴുവനും അവിശ്വാസികളാണ്. അവിശ്വാസികളാണ്. അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിലുള്ള അവിശ്വാസികൾ ക്ഷണിച്ചിട്ട് അവരുടെ ഭരണശാലയിലേക്ക് പോകാനൊക്കെ തയ്യാറായി പോയി എന്നെയും ക്ഷണിച്ചു. അപ്പൊ ഞാൻ അവരുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഈമാനികമായ വെറുപ്പ് വന്നു. അതൊക്കെ അത് വന്നിട്ട് വ്യക്തിപരമായി ശൈത്താൻ കടന്നുകൂടിയിട്ട് എൻ്റെ മനസ്സിനകത്ത് ഒരു കിബിർ വന്നു. ഒരു കിബിർ, ഒരു അഹങ്കാരത്തിന്റെ ചിന്ത. അത്രയൊന്നുള്ളൂ, വേറൊന്നുമില്ല. എന്താ ഈ ചിന്ത? ഞാൻ വലിയ ആളല്ലേ, ഞാൻ ചെറിയ ആളാണോ, ഞാൻ വലിയ യോഗ്യനല്ലേ, ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഞാൻ, ഇതൊക്കെ ഏഴകളാണ്, ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഞാൻ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിനകത്ത് വന്നു. മക്കളെ, അത് വ്യക്തിപരമായി ശൈത്താൻ എന്നിൽ നിന്നുണ്ടാക്കിയ ഒരു കിബിറിന്റെ ചിന്ത. ഈ ചിന്ത മനസ്സിൽ വന്നതോടുകൂടി ഒരശരീരി കേട്ടു, അബ്ദുള്ള, നിനക്ക് ഈമാൻ തന്നത് റബ്ബാണ്. ആ ഈമാൻ വെച്ചിട്ട് നീ സ്വയം അഹങ്കാരിയായി ഞാനെന്ന് നീ വിളിച്ചാൽ അള്ളാഹു ആ ഈമാനെ പറിച്ചെറിഞ്ഞ് കളയാനും അള്ളാഹ്ക്ക് തന്നെ കഴിയും. നിനക്കത് കാണണോ? ഈ ഒരു വിളി കേട്ടു. ഈ വിളി കേട്ട് തീരുന്നതിന് മുമ്പ് എൻ്റെ കൽബിൽ നിന്നൊരു പ്രകാശം എൻ്റെ കണ്ണിലൂടെ പറന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. എൻ്റെ ഈമാൻ ആ പറന്നു പോകലോടുകൂടി എൻ്റെ കൽബ് കെട്ടു, ഞാൻ താഴെ വീണു. ആലോചിച്ചോക്കെ, കൽബിനകത്തൊരു ചിന്ത. അതാണ് ഈ കൽബ്. ഇത് റബ്ബിന്റെ ചിന്തിക്കാനുള്ളതാണ്. ഇത് ഈമാന്റെ വെളിച്ചം കൊണ്ട് എപ്പോഴും അനുഗ്രഹിതം. ഇതിനകത്ത് കിബിർ വരരുത്, ഇതിനകത്ത് അസൂയ വരരുത്, ഇതിനകത്ത് വെറുപ്പ് വരരുത്, ഇതിനകത്ത് വിദ്വേഷം വരരുത്, ഇതിനകത്ത് പിണക്കം വരരുത്. ഇതൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ഇതെല്ലാം കൂടി അടിഞ്ഞുകൂടുമ്പോ ഈമാൻ ആ കൽബില് നിൽക്കില്ല സഹോദരാ, ആ കൽബില് ഈമാൻ നിൽക്കില്ല ഉമ്മ, ആ കൽബില് ഈമാൻ നിൽക്കൂല പെങ്ങളെ. ആ ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ എന്റെ കബറടിയിലെ പൊന്നുമ്മ പിന്നെ സ്വർഗം കൊതിക്കല്ല.
എന്റെ പൊന്നു പെങ്ങള് സ്വർഗം കൊതിക്കല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചത്, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറ, നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന നിങ്ങളെ സുന്ദരമായ ഖൽബുണ്ടല്ലോ, ഈ ഖൽബിലാണ് പടച്ച റബ്ബിന്റെ ശ്രദ്ധ. അതുകൊണ്ട് ആ ഖൽബ് എപ്പോഴും ശുദ്ധിയാക്കി വെച്ചിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത് അവിടെയാ. അവസാനം വലിയ യോഗ്യനായി ഇറാഖിലേക്ക് തിരിച്ചുപോയി, അവിടെ തന്നെ മറമാടപ്പെട്ട ഈ മഹാനെ എന്തോ ആവട്ടെ, ഇതിൽ വലിയൊരു പാഠം റബ്ബ് നമ്മളെ പഠിപ്പിക്കുമ്പോ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ മുത്തുനബി പറയേ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ബാദിറു. കബറടിയിൽ ഒരുമിച്ച് കൂടി പ്രസംഗിക്കുന്ന എന്നോടും നിങ്ങളോടും ഒക്കെ മുത്തുനബി പറയും. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട്. കാലം അതാ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇത് ഏതാ കാലം നിങ്ങൾ ആലോചിച്ചാൽ മതി. ബാദിറു. നിങ്ങളൊക്കെ മടി കാണിച്ചും മറ്റ് ചിന്തകളിലൂടെയും നിങ്ങൾ മാറിപ്പോകാതെ ഗൗരവത്തിലെടുത്ത് വ്യഗ്രത കാണിക്കണം. എന്തിന്? ബിൽ അഅമാലി സ്വാലിഹ. നല്ല സൽക്കർമ്മങ്ങൾ പരമാവധി ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കണം. പിന്നെ ആവട്ടെ 60 വയസ്സാവട്ടെ, 50 വയസ്സാവട്ടെ, 70 വയസ്സാവട്ടെ എന്ന് പറയും, മാറിക്കരുത്. നിങ്ങളെ ഈ കരികരുത്ത പ്രായത്തിൽ കഴിയും പോലെ നിങ്ങളെ ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കണം. ഫിത്നകൾ നിങ്ങളിലേക്ക് വരും. ഫിത്നകൾ നിങ്ങളിലേക്ക് വരും. ഏത് ഫിത്ന? നിങ്ങളെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഭീകരമായ ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരും. ആ കടന്നു വരുന്നതിന് മുമ്പ് ഒരു ഹദീസിലുണ്ട്, ഖിയാമത്ത് നാളോട് അടുക്കുമ്പോ അതൊക്കെ വരും. അത് എങ്ങനെ വരും? എവിടെയെങ്കിലൊക്കെ വന്ന് ചൂളി പോവേല. പാതിരാത്രിയുടെ ഇരുളിന്റെ യാമങ്ങൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി മറിയുമ്പോ ഒരു ചെറിയ വെളിച്ചത്തിന്റെ കണം പോലും ഇല്ലാതെ ഫിത്നകൾ ഇങ്ങനെ മാറി മറിയാറില്ലേ? അല്ല, ഇരുളുകൾ ഇങ്ങനെ മാറി മറിയാറില്ലേ? ഇതേപോലെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന, നാശം വരുന്ന ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാലിഹായ അമലുകൾ കൊണ്ട് നിങ്ങൾ വ്യാപൃതരാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞ എന്താണെന്നറിയോ? ആ ഹദീസിന്റെ ബാക്കി കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിന. അന്ന് രാവിലെ മുസ്ലിമായി എഴുന്നേക്കുന്ന പലരും വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്നു. വേഷത്തിലുണ്ടാവും, ഭാഷയിലുണ്ടാവും, നിസ്കാരത്തിലുണ്ടാവും, ദുആയിലുണ്ടാകും, കാഴ്ചയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ അല്ലാഹ് അളക്കുക. ഇവിടെ നോക്കുമ്പോ വയുംസി കാഫിറാ, അവൻ വൈകുന്നേരം എത്തുമ്പോ കാഫിറാകുന്നു. അല്ലാ, 2024 ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ നെഞ്ചിലേറ്റുന്ന എന്റെ അധുനാധുന യുവമക്കളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട പെൺകൊടിമാരൊന്ന് ചിന്തിച്ചു നോക്ക്. അതിലൊന്നും പെട്ടുപോകണ്ട പ്രിയപ്പെട്ടവരെ. മതനിരാസത്തിന്റെ ലോകമാണ് ഈ ലോകം. പരിശുദ്ധമായ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു വിശ്വാസം എന്ന് പോലും ചോദിക്കുന്ന മുസ്ലിം കുടുംബത്തിലെ അഭ്യസ്തവിദ്യരായ ചില ചെറുപ്പക്കാരെങ്കിലും രംഗത്ത് വരുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു, യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനാ വയുംസി കാഫിറാ. രാവിലെ എണീക്കുമ്പോ മുസ്ലിമായി എഴുന്നേക്കുന്നു, വൈകുന്നേരമാകുമ്പോ കാഫിറാകുന്നു. അഥവാ ഞാൻ കാഫിറായി പോയത് മനഃപൂർവ്വം പറയണല്ല, ആ കാഫിറായി പോകുന്ന പ്രവൃത്തി പ്രവർത്തിക്കുന്നു. ഒരു സങ്കോചം പോലും ഇല്ലാതെ അത്തരത്തിൽ പരിശുദ്ധമായ ദീനിനെ നശിപ്പിച്ചു കളയുന്ന, ഈമാനെ നശിപ്പിച്ചു കളയുന്ന എത്ര സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. വയുംസി മുഅ്മിനാ, വൈകുന്നേരം മുഅ്മിനീങ്ങളായി മാറുന്നു ചില ആളുകൾ. വയുസ്ബിഹു കാഫിറാ, അവര് നേരം വെളുക്കുമ്പോ കാഫിറാകുന്നു. യബീഉ ദീനഹു, അല്ലാഹു വരദാനമായ പാരമ്പര്യത്തിലൂടെ അവരെ സമ്മാനിച്ചു കൊടുത്ത പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ദീനിനെ ബിഅറളിൻ മിനദ് ദുനിയാ, ദുനിയാവിന്റെ ചരക്കുകൾക്ക് വേണ്ടി, ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി അവൻ വിറ്റു തുലയ്ക്കുന്നു. അവന്റെ ആഖിറം അവൻ നഷ്ടപ്പെടുത്തുന്നു, അവന്റെ സ്വർഗം അവൻ നഷ്ടപ്പെടുത്തുന്നു. ഇത് അബൂ റബീഅ പറഞ്ഞതല്ല സഹോദരാ. മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനോട്
1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ആ സ്വഹാബത്തിന് ചിന്തിക്കാൻ കഴിയാത്ത പരിശുദ്ധമായ ദീനിനെ അത്രത്തോളം കൊണ്ടു നടന്നവരോട് പിൽക്കാലത്ത് വരുന്ന സമുദായ മക്കളുടെ ചപലതകളും ഈമാനികമായ ദൗർബല്യങ്ങളും അല്ലാഹുവിന്റെ മുത്തുനബി വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, അല്ലാഹുവിന്റെ മുത്തുനബി 2024 കണ്ടിട്ട് തന്നെയല്ല പ്രവചിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ 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 ദീനനുസരിച്ച് ജീവിച്ചിരുന്ന മക്കളാണ് അന്യമതസ്ഥനായ യുവാവിനോട് പ്രേമത്തിന്റെ അഭിനിവേശം തോന്നിയിട്ട് ഈ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞ എത്ര സംഭവങ്ങളുണ്ട്. അതിന്റെ ദാരുണ വശങ്ങൾ അറിഞ്ഞിട്ട് പോലും പഠിക്കാതെ മാറുമ്പോൾ സോഷ്യൽ മീഡിയയിലെ 10 പേരുടെ ലൈക്കും അതുപോലെ തന്നെ കമന്റും അതുപോലെ കയ്യടിയും കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധമായ ദീനിനെ പോലും അവഹേളിക്കുന്ന നല്ലൊരു ശതമാനം യുവാക്കൾ ഈ അക്ഷര കേരളത്തിലടക്കം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരൽപ്പം പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ജനങ്ങളെ മുമ്പിൽ കപടമുഖത്തോടെ പരിശുദ്ധ ദീനിനെ കൊച്ചാക്കി കളയുന്ന അതിനാദിന മക്കള് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി എനിക്കും നിങ്ങൾക്കും തന്ന ഉപദേശമാ, ബാദിറൂ ബിൽ അമാൽ, കഴിയും പോലെ അമലെടുത്തുകൊണ്ട് നിങ്ങളെ ഈമാൻ നിങ്ങൾ ഉറപ്പിക്കണേ. നിങ്ങൾ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണേ. ഫിത്ന, പാതിരാവിന്റെ ഇരുളുകളുടെ യാമങ്ങൾ അട്ടിയിട്ട് മാറുന്നത് പോലെ ഒരു ഈമാന കണിക പോലും വെളിച്ചമില്ലാതെ, കണിക പോലും പ്രത്യക്ഷപ്പെടാത്ത തരത്തിൽ ഫിത്ന കൊണ്ട് ലോകം മൂടും, ഭൂമി മൂടും മനുഷ്യരെ. അന്ന് പലരും രാവിലെ എഴുന്നേക്കുമ്പോ മുസ്ലിമാണ്, അവര് വൈകുന്നേരം കാഫിറാണ്. വൈകുന്നേരം മുസ്ലിമാണ്, രാവിലെ എഴുന്നേക്കുമ്പോ കാഫിറാണ്. അഥവാ കുഫ്രിയത്തിന്റെ, അവിശ്വാസത്തിന്റെ പ്രവർത്തികൾ അവര് പ്രവർത്തിക്കുന്നു. അവര് അത്തരത്തിൽ ചിന്തിക്കുന്നു. ദുനിയാവിന്റെ ചെറിയ ചെറിയ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പരിശുദ്ധ ദീനിനെ പോലും അവര് വിറ്റുകളയുന്നു. അവര് പരിഹസിച്ച് തള്ളുന്നു. അവര് സ്വയം ബുദ്ധിയുള്ളവരായി ചിന്തിക്കുന്നു. അവരങ്ങനെ ജനങ്ങളോട് സംസാരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ, ഇവിടെയാ അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചത്. അല്ല, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുത്തുനബിയിൽ നിന്ന് പഠിപ്പിച്ചു തന്നത് അയ്യ ഉഖുദ മിൻഹുൽ ഈമാൻ. കാരണത്തിലേക്ക് പോകാനാണ് എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ വിഷയത്തിൽ അല്ലാഹുവിനെ പേടിച്ചോളണം. എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ? ഞാൻ ഈ കാണുന്നത് കൊണ്ട്, ഞാൻ ഈ കേൾക്കുന്നത് കൊണ്ട്, ഞാൻ ഈ പറയുന്നത് കൊണ്ട്, ഞാൻ ഈ ചിന്തിക്കുന്നത് കൊണ്ട്, എന്റെ ഈ പ്രവണത കൊണ്ട്, എന്റെ ഈ പെരുമാറ്റം കൊണ്ട് എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലാഹു പറിച്ചെറിഞ്ഞു കളയുമോ എന്ന ഭയം. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഓർക്കുക. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കുമാറാകട്ടെ. ഒന്നാമത് ഈ ചുറ്റുപാടും അങ്ങനെയാണ്, നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദുന്യ മൽഊന, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച ഹദീസാണ്. അദ്ദുന്യ മൽഊന, ഈ ഐഹിക ലോകത്തിന്റെ ചരക്കുകളൊക്കെയും ലാനത്താക്കപ്പെട്ടതാണ്, ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ വെള്ളിടി പൊട്ടും എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. പിന്നെ അവിടെ പറഞ്ഞ ഈ മൽഊന്റെ അർത്ഥം എന്താ? വമൽഊനും മാ ഫീഹാ, ഇതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഓർമ്മിപ്പിക്കലുകളിൽ നിന്ന് ഈ ദുനിയാവിന്റെ ചരക്കുകളൊക്കെയും നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇല്ലാ ദിക്റല്ലാഹ്, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സംഗതികൾ ഒഴികെ. പള്ളി അള്ളാഹിനെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്, അതതിൽ പെടൂല. നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീട്, അതാണ്ടാ വീട്ടിലൊക്കെ ഖുർആൻ ഓതാൻ പറഞ്ഞത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഖുർആൻ ഓതുന്ന വീടാ. അപ്പോൾ ആ വീട്ടിലെ ഖുർആനിലൂടെ അള്ളാഹുവിനെ നമ്മൾ ചിന്തിപ്പിക്കുന്നു. ആ വീട് ശപിക്കപ്പെട്ടത്. ഓരോ പള്ളികളിലും ദറസ് വേണമെന്ന് പറയുന്നത് എന്താ കാര്യം? മുത്തഅല്ലിമീങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സംഗതികളാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് എല്ലാവിധ ഈമാനും ഇൽമും ഖുർആനും ഖുവത്തുൽ ഹിഫ്ളും ഫഹ്മും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലിമുണ്ടാകും. ഏത് ആലിം? ആ ആലിമിന്റെ സംസാരം മുഴുവനും അള്ളാഹിനെ കുറിച്ചാണ്. അയാളടുത്ത് ചെന്നിരുന്ന, അയാളോട് പെരുമാറി, അയാളുടെ ഇടപെടൽ കണ്ടാൽ അയാൾ അടുത്ത് ചെന്ന അള്ളാഹുവിലേക്ക് അയാൾ ഇങ്ങനെ ചിന്തിപ്പിക്കും, ഓർമ്മപ്പെടുത്തും ഈ ആലിം. അതിനുള്ള അറിവുകളും വിവരങ്ങളും ഒക്കെ പറഞ്ഞുതരും. ഇങ്ങനത്തെ സംഗതികൾ ഒഴികെ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കി പോകണമെന്നല്ല, അള്ളാഹിൻ്റെ ദിക്റിൽ നിന്ന് അകറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നമുക്ക് കിട്ടിയാൽ അത് അള്ളാഹിൻ്റെ ദിക്റിൻ്റെ മാർഗ്ഗത്തിലേക്ക് തന്നെ അതിനെ മാറ്റണം. അത് നമ്മളെ സൗന്ദര്യമാണെങ്കിലും നമ്മളെ വിദ്യാഭ്യാസമാണെങ്കിലും നമ്മളെ സമ്പത്താണെങ്കിലും ഏതാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഒന്നാമത്തത് ഒരു മുസ്ലിമിൻ്റെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ 6 ഭയങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ഭയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ഏത് ഭയം? അള്ളാഹു ഈമാനെ പിൻവലിച്ച് കളയുമോ എന്ന ഭയം. നമ്മൾ അവസാനം വരണ്ടാവണം കേട്ടോ. റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണം, എൻ്റെ ഈമാൻ ഒരു കോട്ടവും വരുത്തല്ലേ പടച്ചോനെ, കോട്ടവും വരുത്തല്ലേ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, മുഹറം 10 അന്നത്തെ ഈ മജ്‌ലിസിൽ കൂടിയവരാണല്ലോ, തൗബയുടെ രാത്രിയാണ് ഈ രാത്രി ഒരുമിച്ച് കൂടിയവരോട് ചോദിക്കട്ടെ, ഈ ഈമാൻ വെച്ചിട്ട് ഒരു പോറലും ഇല്ലാതെ ഈ ഈമാനോടെ ഞാൻ മരിക്കുമെന്ന് ആർക്കെങ്കിലും ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ തന്നെ പേടിയുണ്ട്. ഈമാനോട് കൂടിയിട്ടല്ലാതെ ഞാൻ മരിക്കൂല ഉസ്താദ്, എൻ്റെ ഈമാൻ അത്രത്തോളം എനിക്ക് ഉറപ്പാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് ധൈര്യത്തോടെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പറയാമോ? ഒരാൾക്കും പറയാനില്ല. അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടായിരുന്നു. ബൽആം ബിൻ ബഊദ അവസാനം ഈമാനില്ലാതെ ചത്തു വീണു. അവൻ ചാവുന്നതിന് മുമ്പ് അവന്റെ ഓരത്തെത്തിയിട്ട്, അതുപോലെ തന്നെ വലിയ പലരുണ്ടായിരുന്നു, വലിയ ആളുകളാണെന്ന് സ്വയം ധരിച്ചവർ, അതിനുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തവർ. പക്ഷെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ വന്നപ്പോ, അതിന്റെ നേരെ എതിര് പ്രവർത്തിച്ചപ്പോ അവരെ ഈമാൻ അല്ലാഹു പിൻവലിച്ചിട്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് അല്ലാഹു വലിച്ചെറിഞ്ഞു കളഞ്ഞുവെങ്കിൽ റബ്ബിനോട് എപ്പോഴും തേടിക്കോ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളെ ഈമാനെ സലാമത്താക്കി തരണേ റബ്ബേ, സുരക്ഷിതമാക്കി തരയണമേ തമ്പുരാനെ. ഈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങളെ ജീവിതത്തിൽ തരല്ലേ തമ്പുരാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആലോചിക്കണം, അതുകൊണ്ട് ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എന്തോ ആവട്ടെ, രണ്ടാമത്തെ വിഷയം, ഒന്ന് അള്ളാഹു ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയം റബ്ബുമായി ബന്ധപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഭയം മിൻ ഖിബലി ശൈത്വാൻ. ഇബ്ലീസിന്റെ ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചോളണം. അവനോട് മത്സരിക്കാനും അവനോട് നേരിടാനും നമുക്ക് പറ്റൂല. ചില തെറ്റുകളെ പോലും അവൻ നമുക്ക് ശരിയാക്കി തരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് തോന്നിപ്പിച്ചിട്ട് അതുവഴി നമ്മളെ കൊണ്ടുപോകും. ചില ശരികളിലൂടെ കൊണ്ടുപോയിട്ട് നമ്മളെ തെറ്റിലേക്ക് അവൻ തള്ളും. അപ്പോൾ അതുകൊണ്ട് പിശാചിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തുകൊണ്ട്? പിശാചിനോട് നേരിടാൻ നമുക്ക് പറ്റൂല. അവരിൽ നിന്ന് അള്ളാഹുടെ കാവൽ നമുക്ക് കിട്ടിയേ പറ്റും. ഒരു തക്കം പാത്തിരിക്കാവൻ. എവിടെയെങ്കിലും നമ്മുടെ കണ്ണൊന്ന് വെട്ടിയാൽ, നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ, നമ്മുടെ ഈമാനെ പറിച്ചെറിക്കാനും നമ്മളെ ചതിച്ചു കൊല്ലാനും അവൻ തയ്യാറെടുത്തിരിക്കും. അവൻ റബ്ബിനോട് പറഞ്ഞതാ. അവൻ കള്ളുപിടിക്കാറില്ല, പക്ഷെ അവൻ കുടിപ്പിക്കും, അല്ലേ? അവൻ അതുപോലുള്ള തിന്മകൾ പലതും ചെയ്യാറില്ല, പക്ഷെ അവൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അവൻ ചെയ്യിച്ചിട്ട് നമ്മളെ നശിപ്പിക്കും. ഉസ്താദിനെ പോലുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മളെ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഇൽമുണ്ട്. അപ്പോൾ നന്മയിലൂടെ മുന്നേറാൻ നമുക്ക് ചിന്ത വരുമ്പോൾ അവൻ മനസ്സിനകത്ത് തോന്നിപ്പിക്കും, നീ തരക്കേടില്ല കേട്ടോ, നിന്റെ വാലായി ആളുകൾ കേൾക്കണം, നീ തരക്കേടില്ലാത്തവൻ. ഈ ഒരൊറ്റ ചിന്തയിൽ തകർന്നു, ഇതിലെല്ലാം തീർന്നു. അതാ എല്ലാവരും പേടിക്കേണ്ട ഒരു വിഷയമായി പിശാച്. അത് ഏതുവരെ പേടിക്കണമെന്നറിയോ? നമ്മൾ മരിക്കുന്ന നേരത്ത് വരെ ഇവൻ നമ്മുടെ മുമ്പിലെത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരിക്കുന്ന നേരത്തും എൻ്റെ ഉമ്മമാർ ചിന്തിച്ചോ, സഹോദരിമാർ ചിന്തിച്ചോ, അവൻ അവസാന നേരത്തും നമ്മളെ മുമ്പിലെത്തും. പിശാചായിട്ടല്ല വരിക, അവൻ ഇബ്ലീസ് ആയിട്ടാണ് നമ്മളെ മുമ്പിൽ വരുന്നെങ്കിൽ നമുക്കറിയാം, ഇവൻ ഇബ്ലീസ്, ഇവനെ നമുക്ക് കൂട്ടാൻ പറ്റൂല, ഇവനെ തള്ളാം. അവൻ അങ്ങനെയല്ല വരിക. വലിയ മഹത്തുക്കളുടെ മുമ്പിൽ പോലും ആ നേരത്ത് അവൻ ചെന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ തന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച്, ഇബ്ലീസിനെ പഠിച്ചു അവന്റെ ചതി, ഈ ശിഷ്യന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരെ. അങ്ങനെ വെള്ളം കോരി ഷംനാക്ക ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ട് നമ്മളെ തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ അയാല ലികൈ അറാക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചരിത്രം ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കില്ല. അങ്ങനെ ഇവർക്ക് വെള്ളം കോരുമ്പോൾ വെള്ളത്തിൻ്റെ തൊട്ടിക്ക് ഭാരം കൂടുതൽ, തൊട്ടിയാകാം, അതല്ലെങ്കിൽ അന്നത്തെ സഞ്ചിയോ തോൾ സഞ്ചിയോ എന്തോ ആയിക്കോട്ടെ, ഇതിന് ഭാരം കൂടുതൽ. അങ്ങനെ കോരി മുകളിലെത്തി നോക്കുമ്പോൾ കംപ്ലീറ്റ് സ്വർണ്ണോ, ഇതിനകത്ത് കംപ്ലീറ്റ് സ്വർണ്ണോ. അല്ലാതെ ഇത്രയും വലിയ മഹത്തുക്കളെ പറ്റിക്കാൻ വ്യഭിചാരോ കള്ളുകുടിയോ അങ്ങനെ കൊണ്ടുപോയി അവർ വീഴൂലല്ലോ. അതുകൊണ്ട് ഇവരെ പറ്റിക്കാനുള്ള പണിയായിട്ട് അവൻ ചതിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം വലിയ സ്വർണത്തിന്റെ കൂമ്പാരം ഇതിനകത്ത് ഇങ്ങനെ കിട്ടേ. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ, അതായത് സ്വർണം
മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ അശരീരം, ഒരു വെളിച്ചം കണ്ടു. മനസ്സിന് റാഹത്തുണ്ടാകുന്ന ഒരു വെളിച്ചം ഇങ്ങനെ കാണുക അന്തരീക്ഷത്തിൽ. ആ വെളിച്ചം ഇങ്ങനെ കാണുമ്പോൾ ആ വെളിച്ചത്തിൽ നിന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാവേ. എന്താ ശബ്ദം? ഒരു അശരീരി കേക്കേ, ഇബ്രാഹിമേ. സമാനമായ സംഭവം വേറെ നിലയിൽ പല മഹത്തുക്കൾക്കും വന്നിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനൊക്കെ വിളിക്കുവരെ, ഇബ്രാഹിമെ ഒരുപാട് നീ ഇബാദത്ത് എടുക്കല്ലേ, ഒരുപാട് നീ അധ്വാനിക്കല്ലേ, അതുകൊണ്ട് അല്ലാഹുവായ ഞാൻ, അതെന്താ ശരീരി കേക്ക്, അല്ലാഹുവായ ഞാൻ ഈ സ്വർണ്ണമൊക്കെ നിനക്ക് ഹലാലാക്കി തന്നിരിക്കേ. ഇനി നീ ഉപയോഗിച്ചോ. ബാക്കിയുള്ളവർക്ക് ഹറാമാ പുരുഷന്മാർക്ക്, പക്ഷെ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കേ. വെളിയാളം വരെ നമ്മളാണിത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യും? ചെന്നാക്ക സ്വർണ്ണം എടുത്തോണ്ട് ഓടും നമ്മൾ അല്ലേ? ദാ പിശാദ് ഇങ്ങനെ ചതിക്കുക. പിശാദിന്റെ ചതി പറഞ്ഞ വരവാമൊക്കെ എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു നോക്കി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെക്കാളും എത്ര യോഗ്യനാ. ആ മുത്ത് നബിയോട് അല്ലാഹ് ഈ വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ കാൽപാദത്തിന്റെ അടിയിലെ ഒരു മണ്ണിന്റെ വില പോലുമില്ലാത്ത എന്നോട് ഈ റബ്ബി വാക്ക് പറയില്ല. അപ്പൊ ശൈത്താനവൻ, ഇത് ശൈത്താന്റെ പണിയാ. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പിശാചിന്റെ മുമ്പിൽ സാധാരണക്കാരനെന്ന വ്യത്യാസമില്ല, പാതിരാത്രി വെളുക്കുവോളം സുന്നത്ത് നിസ്കരിക്കുന്ന ഉമ്മ എന്ന വ്യത്യാസമില്ല, വഅദ് പറയുന്നവൻ എന്ന വ്യത്യാസമില്ല, പള്ളിയുടെ മൂലയിൽ നിന്നിറങ്ങാത്ത പിതാവ് എന്ന വ്യത്യാസമില്ല. എന്റെയും നിന്റെയും ഈമാനെ ചതിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയാൻ മരണത്തിന്റെ അവസാനം നമ്മുടെ നേരം വരെ പരിശ്രമിക്കുന്നവൻ ഇബ്ലീസാ. അവനത് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതാണ്. ലഖഉദന്ന സിറാത്തകൽ മുസ്തഖീം, പടച്ചവനെ എന്റെ ആയുസ്സൊന്ന് നീട്ടിത്തരണേ, ഫന്നിർനീ, എന്റെ ആയുസ് എനിക്ക് നീട്ടിത്തരണേ അല്ലാ, എന്നെ പെട്ടെന്ന് മരിപ്പിക്കരുതേ അല്ലാ. എന്തിനാണ് എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് പിശാച് ചോദിച്ചതെന്നറിയുമോ? ഇബ്ലീസ് ചോദിച്ചതെന്നറിയുമോ? ഇബ്ലീസ് റബ്ബിനോട് പറയാണ്, അല്ലാ ലഖഉദന്ന സിറാത്തകൽ മുസ്തഖീം, മനുഷ്യന്മാരെ നിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഹിദായത്തിന്റെ സൽപാന്താവില്ലേ, ആ സൽപാന്താവിന്റെ നടുത്തളത്തിൽ ഞാൻ ഇരിക്കുമേ അല്ലാ. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം സുമ്മ ലാ തജിദു അക്തറഹും ശാകിരീൻ. എന്തിനധികം പ്രിയപ്പെട്ടവരെ, കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയുടെ പരിശുദ്ധതയാണ് ഹജ്ജിന്റെ പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച പരിശുദ്ധമായ ഹജ്ജ് കർമ്മമില്ലേ, ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി 35 ലക്ഷത്തിലധികം വരുന്ന ഹജ്ജാജിമാരെ 52 ഡിഗ്രി ചൂടിലധികം വരുന്ന ചൂടിന്റെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പോലും മരണത്തെ പോലും ധൈര്യത്തോടെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇരുഹറമുകളിലും അറഫയിലും മുസ്തലിഫയിലും മിനയിലുമായി പരിശുദ്ധമായ റബ്ബിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ കർമ്മത്തിനിടയിൽ പോലും ഇബ്ലീസ് കടന്നു വരുന്നു, ഇബ്ലീസ് ചതിയുണ്ടാക്കുന്നു, ഇബ്ലീസ് ചേരാത്ത മോഹങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു ഹാജിക്ക് വരാത്ത ചില ചിന്തകളും വികാരങ്ങളും ജനിപ്പിക്കുന്നു, അങ്ങനെ പോലും ചതിക്കുന്നു. ഇത് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞതാ. അവൻ റബ്ബിനോട് പറഞ്ഞ, പടച്ചവനെ ആ ഹിദായത്തിന്റെ മാർഗത്തിന്റെ സൈഡുകളിലൂടെ, അവരെ മുൻഭാഗങ്ങളിലൂടെ, അവരെ പിൻഭാഗങ്ങളിലൂടെ, അവരുടെ വലതു ഭാഗത്തിലൂടെ, അവരെ ഇടത് ഭാഗത്തിലൂടെ നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആർത്തി പിടിക്കുന്ന നിന്റെ അടിമകളെ എങ്ങനെയും ഞാൻ ചതിക്കുമേ അല്ലാ, അവരെ ചതിച്ച് നശിപ്പിക്കുമേ അല്ലാ, അതിനു വേണ്ടി എന്റെ ആയുസ്സിനെ എനിക്ക് ബാക്കിയാക്കി തരണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസ് ആവശ്യപ്പെട്ടുവെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അതുകൊണ്ടാ മുത്തനബി നമ്മളോട് പറഞ്ഞത്, അവനെ പേടിക്കണം, അവൻ ചതിക്കും. ഒരുപാട് പേര് അവൻ ചതിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി ഈ ഭൂമിയിൽ ഇങ്ങനെ ചതിയുടെ മേഖലകളിൽ എത്തിയിട്ട് അതിലൊന്നും പെട്ടില്ലേ, മരിക്കുന്ന നേരത്തെ നമ്മളെ മുമ്പിൽ വരും. മഹത്തുക്കൾ പഠിപ്പിക്കുക എങ്ങനെ വരുമെന്നറിയോ? എനിക്ക് എന്റെ മനസ്സിനകത്ത് എന്റെ ഉസ്താദാണ് വലിയ സ്വർഗത്തിന്റെ അവകാശി എന്ന് ചിന്ത ഉണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ രൂപത്തിൽ ഇവൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദ് വരും, അത് വേറെ.
ആ രൂപത്തിലും അവൻ വരും. നിങ്ങളെ മുമ്പിൽ നിങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു വലിയ ആലിം, അല്ലെങ്കിൽ വലിയ നിങ്ങളെ കുടുംബത്തിലെ ഉപ്പാപ്പ അല്ലെങ്കിൽ ഉമ്മാമ, അവരാണ് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള സ്വർഗത്തിന്റെ അയലുകാരി. അവർ നേരത്തെ മരിച്ചുപോയി. ഈ ചിന്തയാണ് നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ളതെങ്കിൽ നിങ്ങൾ മരിക്കുന്ന നേരത്തെ നിങ്ങൾ അതിന് മുമ്പ് ചതിക്കാൻ കഴിയില്ലെങ്കിൽ ആ രൂപത്തിൽ ശൈത്താൻ വരും. ശൈത്താൻ വന്നിട്ട് ആ രീതിയിൽ കടന്നു വന്നുകൊണ്ട് പലതരത്തിലുള്ള കള്ളത്തരങ്ങളും ചതിവിന്റെ വാക്കുകളും പറഞ്ഞിട്ട് ഈമാൻ നഷ്ടപ്പെടുത്തി കളയാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്ത് പഠിപ്പിക്കപ്പെട്ടത് മഹത്തുക്കൾ തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമാക്കിയിട്ട് മരിപ്പിക്കണേ പടച്ചോനെ, എന്നെ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ തമ്പുരാനെ, ഒരു പിശാചിന്റെ ചതിയിലും എന്നെ പെടുത്തരുതേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത് പഠിപ്പിച്ചത് അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര. അല്ലാഹു ആ പിശാചിന്റെ ചതിയിൽ നിന്ന് നമ്മെ സലാമത്താക്കുമാറാകട്ടെ. അത് ചിലപ്പോ നിസ്കാരത്തിൽ നമ്മളെ പിന്തിപ്പിക്കാൻ പറ്റൂല എന്ന് അവനറിയാം. അതും പഠിച്ചോ. എന്റെ ഉമ്മമാരെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവന് കഴിയൂല, അത് പറ്റൂല, നടക്കൂല. നോമ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയൂല. സുന്നത്ത് നോമ്പടക്കാൻ നമ്മൾ ഗൗരവത്തിൽ എടുത്ത് പിടിക്കും. അപ്പൊ പിന്നെ എന്താ മാർഗം? നമ്മുടെ മനസ്സിനൊക്കെ സ്വാധീനിക്കും. നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് അവിടെ അഹങ്കാരം ഉണ്ടാക്കും, അവിടെ അന്യരോട് വെറുപ്പുണ്ടാക്കും, അവിടെ വിദ്വേഷം ഉണ്ടാക്കും, അവിടെ ഞാനെന്ന തോന്നലുണ്ടാക്കും, മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കും. അങ്ങനെ നമ്മളെ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർക്കും, നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും മറ്റുള്ളവരോട് പറയാൻ. ഇതെല്ലാം ശൈത്താൻ ചെയ്യിക്കുന്നതാണ്. ഇതെല്ലാം ചെയ്യിച്ച് അവസാനം ഈമാനില്ലാതെ മനസ്സ് കടുത്ത് നമ്മൾ വീണ്ടും പോകുമ്പോൾ ഈ പിശാച് പറയും, നീയായിട്ടാണ് നിന്റെ ജീവിതത്തെ നശിപ്പിച്ചത്, എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിൽ നിന്ന് അവൻ തടിതപ്പം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആ അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തത് ഇബ്ലീസ് ചതിക്കുമോ എന്ന ഭാഗത്തിലൂടെ ഒരു പേടി വേണമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. വിശദീകരിക്കാൻ നേരെയില്ല. ഇനി മൂന്നാമത്തെ ഭയം, മിൻ ഖിബലിൽ മലക്കിൽ മൗത്ത്, മരണത്തിന്റെ ദൂതനാകുന്ന അസ്റായീൽ അലൈഹിസ്സലാമിനെ കുറിച്ചൊരു ഭയം ഉണ്ടാവണം. ഏത് ഭയം? അസ്റായീലിനെ കുറിച്ചുള്ള ഭയം. ഏത് ഭയം എൻ്റെ പ്രിയപ്പെട്ടവരെ? അസ്റായീലിന്റെ രൂപമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വിവരിക്കില്ല. ആ പേടിയല്ല, ആ രൂപത്തിൽ വരാം. അത് വേറൊരു പേടി തന്നെയാണ്, ചെറിയ പേടിയൊന്നും അല്ലത്. ഇബ്രാഹിം നബി കണ്ട രൂപത്തിലെങ്ങനെ അസ്റായീൽ റൂഹ് പിടിക്കാൻ നമ്മളെ മുമ്പിലെത്തി നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മളെ വല്ലതിനും പറ്റുമോ? ആ രൂപത്തിലെങ്ങാനും വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ തകർന്ന് വീണുപോയ ഒരു രൂപമുണ്ട് മലക്കുൽ മൗത്തിന് അസ്റായീലിന്. അല്ലാഹു ആ അസ്റായീലിനെ കണ്ട് ചങ്കൂറ്റത്തോടെ ഈമാനികമായ അനുഗ്രഹീത അവദാന കീർത്തനങ്ങൾ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. പിശാചു അതല്ല ഇവിടത്തെ വിഷയം. ഇവിടത്തെ ചർച്ച മിൻ ഖിബലിൽ മലക്കിൽ മൗത്ത്, മരണത്തിന്റെ ദൂതനാകുന്ന അസ്റായീലിനെ കുറിച്ചുള്ള ഭയം. ഏത് ഭയം? റൂഹ് പിടിക്കുന്ന വേദനയുടെ ഭയമല്ല. ആ വേദനയൊക്കെ വല്ലാത്ത വേദനയാണ്. ആ വേദനയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഭയമല്ല. പിന്നെ ഏത് ഭയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് തേടണം, പടച്ചോനെ ഈമാൻ എന്നിൽ തിളങ്ങി നിൽക്കുന്ന നേരത്തല്ലാതെ എന്നെ മരിപ്പിക്കരുതേ പടച്ചോനെ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം ഞാൻ മരിക്കുന്ന നേരാക്കി തരണേന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. എല്ലാ മനുഷ്യനും രണ്ടവസ്ഥ ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ആരിഫീങ്ങളാകുമ്പോൾ അതിന് കുറഞ്ഞിരിക്കും. പിന്നെ അതിൻ്റെയൊക്കെ മേലെ എത്തണം. സാധാരണക്കാർക്ക് രണ്ടവസ്ഥ ഉണ്ടാവും. ഏതായി രണ്ടവസ്ഥ? ഒന്ന് ഗഫലത്തിൻ്റെ അവസ്ഥ, പിന്നെ ഒന്ന് ഈമാനികമായ അവസ്ഥ. ഇങ്ങനെ രണ്ടവസ്ഥ ഉണ്ടാവും. ഈമാനികമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വാത് കേൾക്കണം, വാത് പറയണം. ഇപ്പോഴൊക്കെ റബ്ബിൻ്റെ ചിന്തയിലാണ് നമ്മൾ. ഇപ്പോഴെങ്ങാനും റൂഹ് പിടിക്കാൻ വന്നാൽ നല്ല അവസ്ഥയിൽ നല്ല മജ്‌ലിസിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈമാനികമായ അവസ്ഥയാണ്. അൽഹംദുലില്ലാഹ്. അത് നോമ്പുകാരായി ഖുർആൻ ഓതുന്ന അവസ്ഥയിലാണോ? നോമ്പുകാരായി എപ്പോഴും നിൽക്കുമ്പോൾ അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഖുർആൻ ഓതുന്ന അവസ്ഥയാണോ? ഈമാനികമായ അവസ്ഥയാണ്. ഇങ്ങനെ ഈമാനികമായ അവസ്ഥ നമുക്ക് കുറേ ഉണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഈമാനികമായ അവസ്ഥയാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഹജ്ജിന് മരിക്കുമ്പോൾ പ്രത്യേക പുണ്യം. അത് പറയണത് ഇതുകൊണ്ട് മാത്രമല്ല, കാരണം നമ്മൾ ആ ചിന്തയും ചുറ്റുവട്ടവും എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ പല അവസ്ഥകളാണ്. ഇതല്ലാത്ത മറ്റൊരവസ്ഥ ഉണ്ട്. നമ്മളെ ഭാര്യയോടുള്ള സംസർഗം, അല്ലെങ്കിൽ മക്കളോടുള്ള പെരുമാറ്റം, മറ്റു ജോലി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അശ്രദ്ധമാകും. ഈമാൻ അങ്ങനെയാണ്. ഈമാൻ എപ്പോഴും ഒരുപോലെ നിൽക്കില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അത് അങ്ങോട്ടും ചെയ്യും ഇങ്ങോട്ടും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുത്തുനബി ദുആ ചെയ്യാൻ പോലും പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനെ, എന്റെ പരിശുദ്ധമായ ഈമാൻ എന്റെ ഖൽബിൽ ഉറപ്പിച്ചു തരണേ അല്ലാ. ആ ഖൽബിനെ നീ തെറ്റിക്കരുതേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചതും അവിടെയാണ്. എന്തോ ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അശ്രദ്ധയുടെ സമയം മറ്റൊന്ന്, ഈമാനികമായ സമയം മറ്റൊന്ന്. ഇവിടെ നമ്മൾ ഭയപ്പെടണം എന്ന് പഠിപ്പിച്ചത്, എൻ്റെ റൂഹ് അസ്രായീൽ പിടിക്കാൻ വരുന്നത് ഞാൻ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനായിരിക്കുന്ന നേരത്തായിരിക്കുമോ? ഈ പേടി എപ്പോഴും വേണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എപ്പോഴാ മരണം വരണമെന്ന് നമുക്കറിയില്ല. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ദീനിയായ ഒരു ചുറ്റുപാടിൽ നിലകൊള്ളുമ്പോൾ, അത് അതാണോ നിസ്കാരമാണോ എന്താണോ ആ സമയത്ത് റൂഹ് പിടിക്കപ്പെടണം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഹജ്ജിന്, ഇപ്പോഴത്തെ ഹജ്ജിന് എൻ്റെ കൂടെ വന്ന തമിഴ്നാട്ടിലുള്ള ഒരു 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 ആലിമായ സഹോദരൻ, എൻ്റെ പ്രായമില്ല, അതിനെക്കാളും ചുരുക്കമാണ്. അദ്ദേഹത്തിൻ്റെ ദുആ എന്തായിരുന്നെന്നറിയോ? എന്തൊരു റാഹത്തായിരുന്നു പടച്ചവനെ. ഹജ്ജ്, സുന്ദരമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഈ സുന്ദരമായ അവസ്ഥയിൽ ഈ മണ്ണിൽ വെച്ച് എന്നെ മരിപ്പിക്കണമേ തമ്പുരാനെ, ഈ മണ്ണിൽ എന്നെ മറമാടണേ തമ്പുരാനെ, ഇനി എൻ്റെ നാട്ടിലേക്ക് എന്നെ മടക്കല്ലേ റഹ്മാനെ. ഈ കണ്ണുകൊണ്ട്, ഈ നാവ് കൊണ്ട്, ഈ സ്ഥാനം നീ തന്ന ഈ കൽബ് കൊണ്ട് ഇനി ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നീ ഇവിടെ വെച്ച് മരിപ്പിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിലാഷവും ആ ദുആയൊക്കെ കേട്ടിട്ട് ഒരു ആലിമ് വിളിച്ചിട്ട് പറഞ്ഞു, മരണമൊക്കെ ഇവിടെ വെച്ച് നല്ലതാ, പക്ഷെ മരിക്കണതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ബാധ്യത ഉണ്ട്. ഭർത്താവാണ് നീ, ഭാര്യയോടുള്ള ഹക്കുണ്ട്, മക്കളുണ്ട്, വാപ്പയാണ് നീ, അതുപോലെ ദീനിന്റെ ഇശാഅത്തുമായി ബന്ധപ്പെട്ട കുറെ കർമ്മങ്ങളുടെ ആലിമാണ് നീ. അപ്പൊ ആ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ട്, ആ ഹക്കുകളൊക്കെ തീർത്തിട്ട് എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവരണേ പടച്ചോനെ, എന്നിട്ട് ഇവിടെ ഹജ്ജ് ചെയ്യിപ്പിക്കണേ പടച്ചോനെ, എന്നിട്ട് ഇവിടെ വെച്ച് മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. അല്ലാതെ ഇപ്പൊ ചെയ്യണ്ട. അത് പറഞ്ഞിട്ട് ആ ദുആ അദ്ദേഹം നിർത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചോക്കെ, അല്ലാഹുവിന്റെ മുത്തുനബിയിൽ നിന്ന് പഠിച്ചെടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയേ, ഒരു വിശ്വാസി ഭയക്കണ്ട മൂന്നാമത്തെ ഭയം മിൻ ഖിബലിൽ മലക്കിൽ മൗത്ത്, മരണത്തിന്റെ ദൂതനാകുന്ന അസ്രായീലിനെ സംബന്ധിച്ചുള്ള ഭയമാണ്. അയ്യ ഉഖ്ദഹു ഫീ ഗഫല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ റൂഹ് അസ്രായീൽ എടുക്കുമോ? അതല്ല ഇസ്ലാമികമായ ഈമാനികമായ ചുറ്റുപാടില്ലാതെ ഞാൻ മറ്റേതെങ്കിലും ഒരു ശ്രദ്ധയിലോ വൃത്തിഹീനതയിലോ ചിന്തയിലോ മറ്റ് പ്രവൃത്തിയിലോ ഏർപ്പെട്ടിരിക്കുമ്പോ അസ്രായീൽ എൻ്റെ റൂഹ് എടുക്കുമോ എന്ന ഭയം ഒരു വിശ്വാസിയെ വിടാതെ പിന്തുടരുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണേ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ, എന്നെ നല്ല സമയത്ത് മരിപ്പിക്കണേ അല്ലാ. ഞാൻ നേരത്തെ പറഞ്ഞാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണ സംബന്ധമായ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അറബി അറിയുന്നവർ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. അറബി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ആശയമെങ്കിലും റബ്ബിനോട് പറയുക. അല്ലാഹുവിന്റെ മുത്തുനബി സ്വർഗ്ഗത്തിന്റെ 1-ാം സ്ഥാനം നൽകിയ ഈ സമുദായ മക്കളിലെ പ്രവാചകന്മാര് കഴിഞ്ഞാൽ മൊത്തം സമുദായ മക്കളിലെ 1-ാം സ്ഥാനം അല്ലാഹു നൽകി ആദരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഈ സമുദായത്തിന്റെ ഉമർ മുതൽ അവസാനം വരുന്നവരെ വരുന്ന എല്ലാ ഈമാനുള്ളവന്റെ ഈമാനും ഒരു ത്രാസിലും എന്റെ അബൂബക്കറിന്റെ ഈമാൻ മറുദാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാന് ഭാരം കൂടുതലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ മുത്തുനബി പുകഴ്ത്തി പറഞ്ഞ സമാനതകളില്ലാത്ത ഈമാന്റെ ഉടമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറാ വജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാ. പടച്ചവരെ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്റെ അവസാന ദിവസമാക്കി തരണേ അല്ലാ. അതുകൊണ്ട് റബ്ബിനോട് തേടിക്കോ ഉമ്മ. അറബി അറിയില്ലെങ്കിൽ ഈ ഭാഷയിലെങ്കിലും റബ്ബിനോട് തേടിക്കോ. എന്റെ സഹോദര, തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് യാചിക്കുമ്പോ മരണത്തെക്കുറിച്ചുള്ള നിന്റെ മോഹവും നിന്റെ റബ്ബിനോട് പറഞ്ഞോ. എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ദിവസം എന്റെ അവസാന ദിവസമാക്കി തരണേ അല്ലാ. എനിക്ക് നീ തന്നിരിക്കുന്ന സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം ഞാൻ മരിക്കുന്ന സമയമാക്കി തരണേ അല്ലാ.
ആ സമയത്ത് ഞാൻ വൃത്തിയില്ലാത്തവനാക്കല്ലേ, ആ സമയത്ത് ഞാൻ വലിയ അശുദ്ധിക്കാരനാക്കല്ല, ആ സമയത്ത് ഞാൻ നജസിൽ കുളിച്ചവനാക്കല്ല, ആ സമയത്ത് എന്റെ ചിന്തയുടെ ഉള്ളറ ഭാര്യയാക്കല്ല, ആ സമയത്ത് എന്റെ മനസ്സെന്റെ മക്കളിലാക്കല്ല, ആ സമയത്ത് എന്റെ ചിന്ത പണത്തിലാക്കല്ല, ആ സമയത്ത് എന്റെ ചിന്ത ദുനിയാവിന്റെ മോഹങ്ങളാക്കല്ല റബ്ബേ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം എന്റെ അവസാന നേരമാക്കി തരണേ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. ഫൈന ഇഫ്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. അങ്ങനെ എത്ര ആളുകളുണ്ട് റബ്ബിനോട് അങ്ങനത്തെ മരണം ചോദിച്ചു വാങ്ങിയവർ. ഇപ്പൊ തന്നെ ഈ ഹജ്ജിന് ഒരുപാട് പേര് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടില്ലേ? ഞങ്ങൾ ലൈവായി കണ്ടതാ മരണമൊക്കെ. ഒരുപാട് മരണം ഈ ജംറകളിൽ എറിയാൻ പോകുമ്പോൾ, അല്ലാതെ അവിടെ വെച്ചുള്ള ആ തിരക്കിനിടയിലുള്ള മരണമല്ല. ആ തിരക്കിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ മാറി. ആ നടത്തം ഇങ്ങനെ നടക്കുമ്പോൾ മണിക്കൂറുകളോളം വെള്ളം കിട്ടാതെയും, അതായത് വെള്ളം കുടിക്കാനുള്ള അവസരം ഇല്ലാതെയും, ഇത്രയും ലക്ഷങ്ങളൊന്നും മനുഷ്യൻ എന്ത് ചെയ്യാനും, മനുഷ്യൻ്റെ പിടിയിൽ നിന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ? ഈ 52 ഡിഗ്രി ചൂടും ഒരുപോലെ ശരീരത്തിൽ വീണിട്ട് ഈ ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിച്ചിട്ട് വീണു പോകെ. അങ്ങനെ എൻ്റെ ചെറുപ്പക്കാരടക്കം വീണു പോകുന്നത് ഞങ്ങൾ കണ്ടു. വീണ് അവിടെ കിടന്നിട്ട് സമയത്ത് വെള്ളം കിട്ടാതെയൊക്കെ വരുമ്പോൾ ഈ പട്ടാളക്കാരും പോലീസുകാരും എത്രയെന്ന് പറഞ്ഞ് ഓടി കിടന്ന് വെള്ളം കൊടുക്കും. ആ വെള്ളം കിട്ടാതെയൊക്കെ വരുമ്പോൾ അങ്ങനെ കിടന്ന് സൈലൻ്റായി മരണത്തിലേക്ക് പോകെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മറുവശമുണ്ട്. ഈ മരിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും എന്നെ അവിടെ വെച്ച് മരിപ്പിക്കണേ എന്ന് റബ്ബിനോട് മരണം തേടി വന്നവരാണ്. നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളെ ടെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ടെൻറ്റിൽ ഒരു ഉമ്മയും മോനും ഉണ്ടായിരുന്നു. അവരെ ടെൻറ്റിൽ ഒരുമിച്ചല്ല, പക്ഷേ ഈ ഉമ്മയും മോനും എപ്പോഴും ഒരുമിച്ചാണ്. കാണുമ്പോഴൊക്കെ ഒരുമിച്ചാണ്. ഷംനാക്ക കാണുമ്പോഴൊക്കെ ഏകദേശം എൻ്റെ പ്രായം ഈ മോനുള്ളൂ. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ മോൻ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഉമ്മാക്ക്. ഈ ഒരു മോനേ ഉള്ളൂ. അധ്യാപകനാണ്, മലപ്പുറത്തുനിന്ന് വന്നതാണ്. ഈ ഒരു മകനേ ഉള്ളൂ ഈ ഉമ്മാക്ക്. എപ്പോഴും ഈ മോനും ഉമ്മയും ഒരുമിച്ചുണ്ടാവും. ഹജ്ജിന് പോകുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ, സഅയ് ചെയ്യുമ്പോൾ എവിടെയും ഈ ഉമ്മയും മോനും ഇങ്ങനെ ഒരുമിച്ച് കാണാം. പാവങ്ങൾ അവസാനം നല്ല ആരോഗ്യമുള്ള ഉമ്മയാണ്, അല്ലാതെ ആരോഗ്യം കുറഞ്ഞ ഉമ്മയല്ല, നല്ല ആരോഗ്യമുള്ള ഉമ്മയായിരുന്നു. പക്ഷേ ഈ ചൂടിൽ ചെറുപ്പക്കാരടക്കം തളർന്നു വീണുപോയി. അതുകൊണ്ട് ഹജ്ജിന് ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് പോകണം കേട്ടോ. ഒന്നാമത് ഇനി അങ്ങോട്ട് ചൂട് കൂടുമ്പോൾ കയ്യിലിരിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് തീർക്കുക എന്നതിനപ്പുറത്തേക്ക് കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉടനെ തന്നെ തീരുമാനമെടുക്കുക. അള്ളാഹു ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് വരുന്ന വർഷങ്ങളിൽ ഹജ്ജ് നിർവഹിക്കാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബസമേതം ഹജ്ജിനും ഉംറയ്ക്കും മദീന സിയാറത്തിനും ഒക്കെ ഉള്ള മഹാഭാഗ്യം യജമാനനായ റബ്ബി ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മുത്തഅല്ലിമീങ്ങളെ മാനിച്ചിട്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഉമ്മയും മോനും എപ്പോഴും ഒരുമിച്ചുണ്ടാകും. ഈ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു കൊഞ്ചലും ഒരു സ്നേഹമൊക്കെ ഈ മോനും ഉമ്മയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവസാനം മുസ്ദലിഫയിലെ രാത്രി താമസിച്ചു. ആ രാത്രിയിലെ താമസം തന്നെ ഉറക്കം ശരിയാവില്ല. അപ്പോൾ വയസ്സായവരൊക്കെ ഏകദേശം അവർ വീണ്. കാരണം കിലോമീറ്ററുകളോളം അറഫയിൽ നിന്ന് നടന്നിട്ടാണ് മുസ്ദലിഫയിൽ എത്തുക. പിന്നെ ഈ പാതിരാത്രിയും പൊള്ളയാണ് തറ. ആ തറയിൽ അങ്ങനെ കിടക്കുകയാണ്. ടെൻ്റല്ലല്ലോ മുസ്ദലിഫയിൽ. കൊണ്ടുവച്ചിരുന്ന വെള്ളമൊക്കെ തീർന്നു. അങ്ങനെ എല്ലാവരും വെള്ളത്തിന് വേണ്ടി പരക്കം പായാണ്. അപ്പോൾ ആ പരദാഹത്തോടെയാണ് ജംറയിലേക്ക് പിറ്റേന്ന് രാവിലെ മുതൽ സൂര്യ ഉദിച്ചതിന് ശേഷമുള്ള ഈ യാത്ര. കിലോമീറ്ററുകളോളം ഇങ്ങനെ നടക്കാനല്ലേ ഈ ചൂടത്ത്. അങ്ങനെ ഈ ഉമ്മ തളർന്നുപോയി. ഈ ഉമ്മയുടെ 2 കാലും കുഴഞ്ഞിട്ട് അവർക്ക് നടക്കാൻ വയ്യാതെ വന്നു. പിന്നെ സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മകൻ പെട്ടെന്ന് വീൽ ചെയർ സംഘടിപ്പിച്ചു. അപ്പോൾ അതിന് കൂലിക്ക് ഒരാളിനെ വിളിച്ചു. എന്നിട്ട് ഈ ഉമ്മാനെ ഇങ്ങനെ കൊണ്ടുപോകണം. ഈ മോനും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ലിഫ്റ്റിലൂടെയാണ് ഈ ഉമ്മാനെ മുകളിലേക്ക് കയറ്റിയിട്ടൊക്കെ കൊണ്ടുപോകാൻ, റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ ഈ മകൻ പറഞ്ഞതാണ് എന്നോട് പിന്നീട് ചെന്ന് സമാധാനിപ്പിക്കുമ്പോൾ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പട്ടാളക്കാർ തടഞ്ഞിട്ട് പറഞ്ഞു, ഒരുപാട് രോഗികളുണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോൾ ലിഫ്റ്റ് പരമാവധി സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നിരിക്കൽ മകനാകുന്ന നിങ്ങൾ വീൽ ചെയറിൽ ഉമ്മാനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ കൂലിക്ക് വിളിച്ച ആളിനെ വിടണം. 2-ൽ ഒരാൾക്കേ പോകാൻ പറ്റും, ഉമ്മാൻ്റെ കൂടെ. ഈ മകൻ അയാളെ തന്നെ വിട്ടു. കാരണം അയാൾക്കാകുമ്പോൾ സ്ഥലങ്ങൾ പരിചയമുണ്ട്. ഈ മകൻ എവിടെയെങ്കിലും ചെന്ന് ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ ഈ ഉമ്മാനെ തിരിച്ചുകൊണ്ട് വരാനൊന്നും കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മോന് ഈ ഉമ്മാനെ ഒറ്റയ്ക്ക് വിട്ടു. അവരൊറ്റയ്ക്ക് പോയി. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാനവിടെ ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയായിരിക്കും, എറിഞ്ഞു വന്നിട്ട് ഉമ്മ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉമ്മാനെ വിട്ടു. ഉമ്മ പോയി. ഈ മകൻ ഈ തിരക്കിനിടയിൽ പോയി എറിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. ഉമ്മ വിശന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കണമല്ലോ എന്നുള്ള തരത്തിൽ തിരിച്ചെത്തിയിട്ട് ആ ടെൻറ്റിൽ ആ തിരക്കിനിടയിൽ കയറിയിട്ട് ക്യൂ നിന്നിട്ട് കയറി 2 പ്ലേറ്റ് എടുത്ത് ഭക്ഷണമൊക്കെ റെഡിയായി. ഉമ്മാനെ കാത്തിരിക്കാൻ ആർത്തി പിടിച്ച വിശപ്പുണ്ട്.
കഴിച്ചില്ല, കാത്തിരിക്കുക, എൻ്റെ ഉമ്മ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെ മിനയിലെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത ടെൻറ്റിൽ ഈ പ്രിയപ്പെട്ട മകനിങ്ങനെ കാത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാടെ മയ്യത്ത് വരുന്നു. പോകുന്ന നേരത്ത് പോലും പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭക്ഷണം ഞാൻ തയ്യാറാക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു വിട്ട പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മാടെ മയ്യത്ത് ടെന്റിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൊച്ചുകുട്ടി വിറങ്ങലിച്ച് കരയുന്നത് പോലെ ആരോമലുമ്മാടെ മുമ്പിൽ ഈ പ്രിയപ്പെട്ട യുവാവ് വിറങ്ങലിച്ച് നിൽക്കുന്നു. സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നേ പ്രിയപ്പെട്ട സഹോദരൻ അറിയില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞതുപോലെ ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലോ. ഫാത്തിമ ബീവി എന്ന പ്രിയപ്പെട്ടവള് വഫാത്തായി കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സങ്കടക്ക ഉള്ളിലൊതുക്കി. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ വയ്യത്ത് കൊണ്ടുവന്ന് മറമാടുന്നു. ജന്നത്തുൽ ബഖീയിലെ മറമാടുന്നു. ആ മറമാടി കഴിഞ്ഞതോടുകൂടി ഈ ഭൂമിയിലെ ഒറ്റപ്പെട്ടവരെന്ന് തോന്നിപ്പോയി അലി തങ്ങൾക്ക്. ഒറ്റയ്ക്കങ്ങനെ യാന്ത്രികമായി നടക്കുന്നു. ഫാത്തിമയോടൊപ്പം താൻ കഴിഞ്ഞുകൂടിയ ആ സുന്ദരമായ കുടിലിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവിയുടെ മണമടിക്കുന്നത് പോലെ, ഫാത്തിമ ബീവിയുടെ ചിരി കേൾക്കുന്നത് പോലെ, ഫാത്തിമ ബീവിയുടെ സുന്ദരമായ മുഖം കാണുന്നത് പോലെ അലി തങ്ങൾക്ക് കുടിലിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. മനസ്സ് മുഴുവനും വിതുമ്പി നിറയുന്നു. അത് കണ്ണുകളെ പോലും തളർത്തി മാറ്റുന്നു. ഒരക്ഷരം ഉച്ചരിക്കാൻ കഴിയാതെ എല്ലാം കൈവിട്ടു പോകുന്ന നിമിഷം പോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കുടിലിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോ അലിയാര് തങ്ങൾ സ്വന്തം കൽബിനെ ഉപദേശിച്ചതാണ് ഫഇന്നഫ്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. അല്ല അലിയെ, മുഹമ്മദ് നബി വഫാത്തായി പോയില്ലേ അലിയെ? ഇപ്പൊ ഇതാ ഫാത്തിമയും വഫാത്തായി പോയില്ലേ അലിയെ? ഇങ്ങനെ തന്നെയാണ് ദുനിയാവിൽ അല്ലാഹുവിന്റെ ഖലാ അലിയെ. ഏത് ബന്ധവും അല്ലാഹു മുറിച്ചു കളയുന്നു. ഏത് ഭാര്യയും വിധവയാക്കപ്പെടുന്നു. ഏത് ഭർത്താവും ഒറ്റപ്പെടുത്തപ്പെടുന്നു. ഏത് മക്കളും അനാഥമാക്കപ്പെടുന്നു. ഏത് കുടുംബവും വെട്ടിക്കീറപ്പെടുന്നു. അത് അല്ലാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ് അലിയെ. അതുകൊണ്ടാണ് മുത്ത് റസൂലുള്ള വഫാത്തായത് അലിയെ. അതുകൊണ്ട് പതറണ്ട അലിയെ, ഇടറണ്ട അലിയെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് സ്വന്തം ശരീരത്തെ ഉപദേശിച്ചുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖത്തിൽ ആ ഉമ്മാടെ മയ്യത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിന്നുപോയി സഹോദരൻ. ചെന്ന് കണ്ടോ, അള്ളിപ്പിടിച്ചോ, ചോദിച്ചു പൊന്ന സഹോദര, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കലല്ലാതെ തരമില്ല. അള്ളാഹു അത്ര സുന്ദരമായ മരണമാണ് ഉമ്മാക്ക് നൽകിയിരിക്കുന്നത്. ഹാജുമ്മയായി റബ്ബിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉമ്മാക്ക് അല്ലാഹു നൽകി എന്ന് പറയുമ്പോ എന്റെ പൊന്നുസ്താദേ, ഉമ്മയില്ലാതെ ഒരു നിമിഷം എനിക്ക് പറ്റൂല. ആ ഉമ്മാടെ അരുമയും ജീവിതത്തിന്റെ സ്വത്തുമായ പൊന്നുമോ ഞാനാണ്. ഈ ഉമ്മാനെ ഇവിടെ തനിച്ച് കിടത്തിയിട്ട് ഞാൻ എങ്ങനെ നാട്ടി പോവുക? എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഈ സഹോദരൻ ഒരക്ഷരം പറയാൻ കഴിയാതെ വിതിമ്പി പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കേ മിൻ ഖിബലിൽ മലക്കിൽ മൗത്ത്,
മരണത്തിന്റെ ദൂതനെ ഭയപ്പെട്ടേ പറ്റൂ. മറ്റെല്ലാ പേടികൾക്കും പുറമേ എന്റെ റൂഹെപ്പോഴാ അസ്റായീൽ എടുക്കുക? അള്ളാഹുവിന്റെ ചിന്തയിലായിരിക്കുമ്പോ റൂഹെടുക്കുമോ? അതല്ല ഞാൻ അശ്രദ്ധമായിരിക്കുമ്പോ റൂഹെടുക്കുമോ? ആ പേടി നമുക്കുണ്ടായാലേ പറ്റു പ്രിയപ്പെട്ടവരെ. അവിടെയാടി ഉമ്മാടെ മരണം എന്റെ പൊന്ന സഹോദരാ. അങ്ങനെ എത്രയോ മുഅ്മിനീങ്ങളുണ്ട് ഖുർആനോതുമ്പോ മരിക്കുന്നവരെ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച കടുവയിൽ നിന്ന് ഗൾഫിലുള്ള ഒരു സഹോദരൻ വിളിച്ചിട്ട് ഒരു പേരെനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയ്യത്ത് നിസ്കരിക്കണേ. എന്തേ സംഭവം എന്നറിയുമോ? നാട്ടിൽ നിന്ന് 2 ദിവസം മുമ്പ് ഗൾഫിലെത്തുന്നു, കുടുംബസമേതം ഗൾഫിലെത്തുന്നു. വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ പള്ളിയിലേക്ക് പോകുന്നു. അതിന് 2 ദിവസം മുമ്പേ ഗൾഫിലെത്തിയുള്ളൂ. നേരെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുന്നു. അവിടെ നിന്ന് പരിശുദ്ധമായ ജുമുഅ നിസ്കരിക്കുന്നു. നേരത്തെ ഒരാള് പള്ളിയിലെത്തിയിട്ട് ജുമുഅ നിസ്കാരം കൃത്യമായി ഒരാൾ നിർവഹിക്കുമെങ്കിൽ പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുമെന്ന്, ഒരു ഉംറയുടെ പൂർണ്ണമായ പ്രതിഫലം അവന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ജുമുഅ. ആ ജുമുഅ നിസ്കാരം നിർവഹിക്കുന്നു. തിരിച്ച് തന്റെ റൂമിലെത്തുന്നു. നെഞ്ചെവിടെയോ ഒന്ന് പിടയ്ക്കുന്നു. ശരീരത്തിന്റെ ഉള്ളറയിൽ എവിടെയോ കൊള്ളുനീര് പൊട്ടുന്നു. അങ്ങനെ തന്നെ ശരീരം താഴെ വീഴുന്നു. അല്ലാഹുവിന് വേണ്ടി അവസാനത്തെ ജുമുഅയും നിസ്കരിച്ചുകൊണ്ട് ഈ ഭൂമി മണ്ണിൽ നിന്ന് യാത്ര തിരിച്ച സഹോദരന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുള്ള വെളിയാളം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അബൂ റബി എന്ന കടുവയിലെ ഇമാമിനെ തേടിയെത്തിയെങ്കിൽ അല്ലാ, എന്റെ കബറടിയിലെ ഉമ്മ, ഇങ്ങനെ ഒരു മരണം നിനക്ക് കിട്ടുമോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അസ്റായീൽ ഇങ്ങനെ ഒരു മരണത്തിന് വേണ്ടി കാത്തിരിക്കുമോ പൊന്നുമോളെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തോ, തവഫനി മുസ്ലിമാ എന്റെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. അത് എല്ലാവരുടെയും പേടിയായിരുന്നു പ്രിയപ്പെട്ടവരെ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളമാരെ പിടിച്ചു കെട്ടുന്നു, കഴുമരത്തിലേക്ക് കൊണ്ടുവരുന്നു, തന്റെ കഴുത്തിലേക്ക് കുരുക്കിടുന്നു. എന്നിട്ട് ഖുബൈബിനോട് അവസാനത്തെ മോഹം ചോദിക്കുന്നു. ഖുബൈബേ, ഞങ്ങളെ പിതാവിനെ നീ ബദറിന്റെ രണാങ്കണത്തിൽ കൊന്നതിന്റെ പേരിൽ നിന്നെ ഞങ്ങളെ കടുമരത്തിൽ തൂക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പുള്ള നിന്റെ അവസാനത്തെ മോഹം എന്താണെന്ന് മഹാനായ ഖുബൈബ് തങ്ങളോട് ചോദിക്കുന്നു. അല്ലാ, മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഖുബൈബ് തങ്ങൾ അവരോട് പറഞ്ഞു, ദഊനി ഉസല്ലി റകഅതൈൻ ഉസല്ലി റകഅതൈൻ. ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തരാ. വേറൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവരവസരം കൊടുത്തു. ഖുബൈബ് തങ്ങളെ പെട്ടെന്ന് നിസ്കരിക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ കടുമരത്തിന്റെ മുമ്പിലെത്തുന്നു. അവര് മഹാനരെ തൂക്കിലേറ്റാറുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. ആ നേരത്തെ മഹാൻ പറഞ്ഞ വാക്കാ, വഖദ് ജമ്മഉ അബ്നാ അഹും വനിസാഅഹും വഖുർബതു മിൻ ജദ്ഇൻ തവീലിൻ മുമന്നഈ. ഈ പാവപ്പെട്ട ഖുബൈബിനെ കൊല്ലുന്നത് കാണാൻ വേണ്ടി ശത്രുക്കൾ ഇതാ തക്കം പാത്തു. അവരവരെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലും കടുമരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കെ അവരാരുമ മക്കളെ പോലും ഖുബൈബിനെ കൊല്ലുന്നത് കാണാൻ ഈ ഖുബൈബിനെ കൊല്ലുന്ന കടുമരത്തിന്റെ മുമ്പിൽ അവരെ നിർത്തിയിരിക്കെ എന്തിനാ? ഖുബൈബിന്റെ കണ്ണ് തള്ളുന്നത് കാണാൻ, ഖുബൈബിന്റെ കൊരവള്ളി മുറുകുന്നത് കാണാൻ, ഖുബൈബിന്റെ അവസാനത്തെ പിടച്ചില് കാണാൻ, ഖുബൈബിന്റെ നാവ് പോലും പുറത്തോട്ട് തള്ളുന്നത് കാണാൻ,
തൊണ്ട പൊട്ടിയിട്ട് അവസാനത്തെ രക്തമൊഴുകുന്നത് കാണാൻ അവരെ മക്കളെപ്പോലും അവര് കൊണ്ടുവന്ന് നിർത്തിയിരിക്കെ ഈ ഹുബൈബിനെ കണ്ടിട്ട് അവര് ദേഷ്യത്തോടെ ഹുബൈബിനെ തുപ്പുന്നു, അവര് ഹുബൈബിനെ ചീത്ത വിളിക്കുന്നു. വഖദ് ഖയ്യറൂനി ഫിൽ കുഫരി വൽ മൗതി ദൂനഹു وقد هاملت عيناي من غير مجزعي وما بي حذار الموت إني لميت ولكن حذاري حجم نار مفلعي. അധികം ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ ഹുബൈബ് കഴുമരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണ്. ഹുബൈബിന്റെ കണ്ണ് നിറയുകയാണ്, ഹുബൈബ് കരയുകയാണ്. ശത്രുക്കളെ, നിങ്ങൾ വിചാരിക്കും ഹുബൈബ് മരിക്കാൻ പേടിച്ചിട്ടാണെന്ന്. ഹുബൈബിന് മരിക്കാൻ പേടിയില്ല. ഹുബൈബിന് ഭൂമിയിൽ ഒരുപാട് ജീവിക്കാനുള്ള മോഹവുമില്ല. ഹുബൈബിന് മരിക്കാൻ പേടിയില്ല കൂട്ടരെ. അതുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് നിങ്ങളെ കൊലക്കയറിന്റെ മുമ്പിലേക്ക് ധൈര്യത്തോടെ സധൈര്യം ഈ ഹുബൈബ് വന്ന് നിന്നത് കൂട്ടരെ. മറിച്ച് ഹുബൈബ് കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ കഴുമരത്തിലൂടെ ഹുബൈബിനെ നിങ്ങൾ തൂക്കി മുറുക്കുമ്പോ ഹുബൈബിന്റെ അവസാനത്തെ പിടച്ചിലോടുകൂടി ഹുബൈബിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ ഹുബൈബ് പോകുന്നത് സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ എനിക്കറിയൂല കൂട്ടരെ. അതുകൊണ്ടാണ് ഹുബൈബ് അറിവില്ലാത്തതിന്റെ പേരിലാണ് ഹുബൈബ് കരയുന്നതെന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ കടുമരത്തിലേറ്റുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരുപാട് വിശദീകരിക്കാൻ നേരമില്ല. ഒരുപക്ഷെ നാളത്തെ രാവിലത്തെ സുബഹി നിസ്കാരത്തിന് നമ്മൾ ഭൂമിയിൽ ഉണ്ടായില്ലെന്ന് വരാം. ഒരുപക്ഷെ നാളത്തെ നോമ്പ് തുറക്ക് നമ്മൾ ഭൂമിയിൽ ഉണ്ടായെന്നില്ലെന്ന് വരാം. എന്റെ പെങ്ങളെ, നാളത്തെ മഹിതമായ സ്വലാത്ത് വാർഷികത്തിന്റെ മജ്‌ലിസിൽ എന്റെ ഉമ്മ വരുമെന്നെന്തുറപ്പാ ഉമ്മ, എന്തുറപ്പാ പെങ്ങളെ, എന്തുറപ്പാ സഹോദരാ. എന്റെ യുവാവേ, ഗൗരവത്തിലെടുത്തോ. ഈ അടുത്ത സമയത്താണ് ചിറയൻകീഴ് 2 ആഴ്ച മുമ്പ് നസീർ എന്ന സഹോദരൻ മരണപ്പെട്ടത്. വലിയ പ്രായമൊന്നും പറയാറില്ല, 50-നടുത്ത് പ്രായമുള്ള സഹോദരൻ. ഒരുപാട് മോഹങ്ങളോടെ വർഷങ്ങളായി ഗൾഫിലുണ്ടായിരുന്ന സഹോദരനാ. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ വെച്ച് രോഗം വരുന്നു, ശരീരത്തിന്റെ ക്ഷീണം വരുന്നു. നാട്ടിലെത്തിയിട്ട് വലിയ കാര്യമാക്കിയില്ല. അവസാനം രോഗം മൂർച്ഛിച്ചപ്പോ RCC-ലെത്തി ഡോക്ടറെ കണ്ടോ, മെഡിക്കലിലെത്തി ഡോക്ടറെ കണ്ടോ. ഡോക്ടർമാര് പറഞ്ഞു, സഹോദരാ, ഇനി ദൈവത്തോട് ചേടാതെ ഫലമില്ല. ക്യാൻസർ എന്ന മാരക രോഗം നിങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അധികം താമസിച്ചില്ല പ്രിയപ്പെട്ടവരെ. ചിറയൻകീഴ് നിവാസികളെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ഒരു ദിവസം സുബഹിയുടെ നേരം കഴിഞ്ഞു, ഏകദേശം 9 മണിയാകുമ്പോ രക്തം ഛർദിക്കുന്നു, അവശരാകുന്നു. കുടുംബം തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അല്ലാ, തന്റെ പ്രിയപ്പെട്ടവളെ വിധവയാക്കിക്കൊണ്ട്, തന്റെ അരുമ മക്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ സഹോദരൻ റബ്ബിലേക്ക് യാത്ര പോയി സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാവേ, മരണത്തിന് വലിയ പ്രായ വ്യത്യാസമില്ല, മരണത്തിന് ആണവന്റെ വ്യത്യാസമില്ല, മരണത്തിന്റെ സാതാപമില്ല. ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആലങ്കോടുമായി ബന്ധപ്പെട്ട ഒരു പിതാവിന്റെ മരണം അറിഞ്ഞിട്ടാ കടന്നു വരുന്നത്. ഇന്നലെ കടുവാപ്പള്ളിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് മറമാടി പാതിരാവോടടുത്ത് മഴ പെയ്ത് തിമിർത്തുകൊണ്ടിരിക്കുന്ന നേരത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യരെ ദുനിയാവിൽ നിന്ന് അല്ലാഹു അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കബറടിയിലെ പിതാവേ, ഒരുപക്ഷേ നാളത്തെ ഇന്നാലില്ല മുഴക്കപ്പെടുന്നത് കബറടി പള്ളിയിൽ നിന്നാകും സഹോദരാ. നിന്റെ മരണവിവരം അറിയിച്ചുകൊണ്ടാകും സഹോദരാ.
എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇനി നാട് വിറങ്ങലിച്ച് നിന്ന് കേട്ടുപോകുന്ന മരണവിവരം നിന്റെ വിവരമാകും, മരണവിവരമാകും പൊന്നുമോളെ. അബൂ റബീന്റെ ഒരുപക്ഷെ അവസാനത്തെ പ്രസംഗ മജ്‌ലിസാകാം, വാലിന്റെ മജ്‌ലിസാകാം, എനിക്കറിയൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തു. പ്രത്യേകിച്ച് മുഹറം 10 പരിശുദ്ധമായ രാത്രിയിൽ യജമാനനായ റബ്ബിനോട് തേടിക്കോ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാനോടെ നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തത് മിൻ ഖിബലിൽ മലക്കിൽ മൗത്ത്. പെട്ടെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇനി സമയമല്ല, അത് സമയം ഏകദേശം ആയല്ലോ. അപ്പം മരണത്തിന്റെ ദൂതനിൽ നിന്നുള്ള ഭയം, ഈമാന്റെ സമയത്ത് മരിക്കുമോ അതല്ല ഗഫലത്തിന്റെ സമയത്ത് മരിക്കുമോ എന്ന പേടി. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം, ഈമാനോടുകൂടി അല്ലാതെ മരിപ്പിക്കരുതേ പടച്ചോനെ. നല്ല സമയത്ത്, നല്ല ഇബാദത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്ത് എൻ്റെ മരണം, എൻ്റെ മരണസമയം ഏറ്റവും നല്ല സമയമാക്കി തരണേന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പൊ ഹജ്ജാക്കി തരും, ഉംറാക്കി തരും. അങ്ങനെയൊക്കെ തേടിയിട്ട് ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവിടെ വന്ന് രോഗം വരുമ്പോൾ പോലും പടച്ചോനെ, ക്യാൻസർ ബാധിച്ച ഒരു ഉമ്മ ഇത്തവണ ഹജ്ജിനുണ്ടായിരുന്നു. അവരെ അമീർ പറഞ്ഞാണ്, ക്യാൻസർ ബാധിച്ച ഉമ്മ. ആ കുടുംബമൊക്കെ ആശങ്കപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ പോണു എന്ന തരത്തിൽ ആ ക്യാൻസർ രോഗിയായ ഉമ്മ ഈ വർഷത്തെ ഈ ചുട്ടുകൊള്ളുന്ന ചൂടത്തെ ഹജ്ജിന് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ഒന്ന് മരിക്കണം, അത് ആഗ്രഹിച്ചു വന്നതാ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ അവർ തിരിച്ചു വന്നു. അവസാനം അവർ തന്നെ അമീറായ ഉസ്താദിനോട് പറഞ്ഞു, ആ ഉസ്താദ് തന്നെ ഞങ്ങൾക്ക് വിരിച്ചെന്നാണ്. ആ അമീറായ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഈ രോഗം കൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്നും അറിയാതെ ഞാൻ വന്നതാ, പക്ഷേ ഈ പരിശുദ്ധ അമലിന്റെ ബറക്കത്താണെന്ന് തോന്നി, എനിക്ക് യാതൊരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു നിസ്കാരാക്കി തരും, അവസാന നേരം നോമ്പാക്കി തരും, അവസാന നേരം ഖുർആനാക്കി തരും, ഏറ്റവും നല്ല സമയമാക്കി തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാലാമത്തെ വിവരം, മിൻ ഖിബലി ദുനിയാ. ഈ ഐഹിക ലോകത്തെ കുറിച്ചൊരു പേടി വേണം. ജോലി വേണ്ടെന്നല്ല, സമ്പത്ത് വേണ്ടെന്നല്ല, മക്കൾ വേണ്ടെന്നല്ല, കുടുംബം വേണ്ടെന്നല്ല, പക്ഷേ ഐഹിക ലോകത്തിൽ ഓരോന്നിനോട് അടുക്കുമ്പോഴും ഒരു ഭയം വേണം. ഈ ദുനിയാവിനെ ചതിക്കോ, ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ എന്നെ ചതിക്കോ? പണത്തിന്റെ പിന്നാലെ പോയി എന്റെ ആഖിറ ഞാൻ നഷ്ടപ്പെടുത്തോ? പെണ്ണിന്റെ പിന്നാലെ പോയി എന്റെ ഈമാൻ ഞാൻ നഷ്ടപ്പെടുത്തോ? ലഹരിയുടെ പിന്നാലെ പോയി എന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തോ? ഈ പേടി എപ്പോഴും വേണം. കാരണം ഏത് നിമിഷവും മറിഞ്ഞു പോകാം. ചിലപ്പോൾ അത് കൂട്ടുകെട്ടാകാം, ചിലപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വരുന്ന വികാരത്തിന്റെ അടിമയായിട്ടാകാം, എങ്ങനെയും പെട്ടുപോകാം. ആ പേടി വേണം. ആഖിറത്തിനെ തൊട്ട് എന്നെ തെറ്റിച്ചു കളയുമോ എന്ന ഭയം വിടാതെ പിന്തുടരണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കേ. മറ്റത് ആറാമത്തത് മിൻ ഖിബലി കുടുംബത്തെ സംബന്ധിച്ചും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും, മക്കളെ ഭാഗത്തു നിന്നും, ഭാര്യയുടെ ഭാഗത്തു നിന്നും, ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു പേടി ഉണ്ടാകണം. ഏത് പേടി? ഭാര്യയെന്നും പറഞ്ഞ് നടന്നു, മക്കളേന്നും പറഞ്ഞ് നടന്നു, അവർക്കും അവരെ പിന്നാലെ നടന്നു. ഫയുസ്ഖിലൂന അൻ ദിക്രില്ല. അവസാനം ഒന്നും ഇല്ലാതാവോ? അതും വേണം. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അവസാനം ആഖിറയില്ല, ഒന്നുമില്ല, കുറേ കഷ്ടപ്പെട്ട് എല്ലാം വെറുതെയായി. അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഭാര്യയും ദീനിയാക്കണം, മക്കളെയും ദീനിയാക്കണം, മരുമക്കളെയും ദീനിയാക്കണം, കുടുംബത്തെയും ദീനിയാക്കണം, മക്കളെയും ചുറ്റുപാടും ഒക്കെ ദീനിയാക്കണം. അതല്ലാതെ അവർക്കൊത്ത് ഇങ്ങനെ മൂളിയും മുക്കിയും അവരോടൊപ്പം പറയുന്നതൊക്കെ ചെയ്തും പ്രവർത്തിച്ചും അനിസ്ലാമികതയും ഹറാമും വിവാഹത്തിനും പാലുകാച്ചിനും ആഘോഷങ്ങൾക്കും ഒക്കെ കൂടിക്കൊടുത്ത് ജീവിച്ച് അവസാനം അല്ലാഹുവിനെ തൊട്ട് ഇവരെന്നെ മറപ്പിച്ചു കളയുമോ എന്ന ഭയം. ആ പേടി വന്നിട്ട് മക്കളെ ദീനിയാക്കി, ഭാര്യയെ ദീനിയാക്കി, ഭർത്താവിനെ ദീനിയാക്കി. അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് സഹോദരിമാരായ നല്ല സ്വാലിഹത്തായ ഭാര്യമാരുടെ ഉപദേശം കാണാൻ ഭർത്താക്കന്മാർ നന്നായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെന്നെ പറയാറുണ്ട്, എൻ്റെ ഈ മാറ്റത്തിനൊക്കെ കാരണം എൻ്റെ ഭാര്യയാണ് ഉസ്താദേ. എത്രയോ പറയാറുണ്ട്, എൻ്റെ ഭാര്യയാണ് ഉസ്താദേ, അവളെ ഉപദേശം ഞാൻ നന്നായത്. അങ്ങനെ പറ്റുന്ന അതവോടുകൂടി തന്നെ ഉപദേശിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപദേശിച്ചു, ഭർത്താവ് ഭാര്യ ഉപദേശിച്ചു, മക്കൾക്ക് വാപ്പാടെ ഉപദേശം, ഉമ്മാടെ ഉപദേശം. അങ്ങനെ എല്ലാ ദീനിയായ ചുറ്റുപാടിലാക്കിയില്ലെങ്കിൽ അവർക്കൊത്ത് സഞ്ചരിക്കേണ്ടി വരും. മക്കളെ തള്ളാൻ നമുക്ക് കഴിയൂല, ഭാര്യയെ തള്ളാൻ നമുക്ക് കഴിയൂല, കുടുംബത്തെ തള്ളാൻ നമുക്ക് കഴിയൂല. ആ രീതിയിലുള്ള ഉപദേശങ്ങൾ ഈ ഭയത്തിന്റെ പേരിൽ കൊടുത്തവരെ നന്നാക്കിയില്ലെങ്കിൽ പിന്നെ അവർക്കൊത്ത് തുള്ളണം. അവർക്കൊത്ത് തുള്ളുമ്പോൾ നഷ്ടപ്പെടുന്നത് ആഖിറമാണ്. ആ ഭയം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് അവസാനത്തെ ആറാമത്തെ ഭയം മിൻ ഖിബലിൽ ഹഫളത്തി. ഹഫളത്ത് എന്ന ഒരു കൂട്ടം മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ട്. ഇവിടെ 2 മലക്കുകളുണ്ട്, അതിന് പുറമെ 5 മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്നോടൊപ്പം ഉണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ട് 5 മലക്കുകൾ. അല്ലാഹുവിന്റെ മുത്തുനബി അത് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയും, ഹദീസ് പെട്ടെന്ന് വായിച്ചു വിടാം. മിസ്കീൻ ഇബ്നു ആദം, ആദം മക്കളാരെയും കഷ്ടം തന്നെ, മനുഷ്യപുത്രന്മാരുടെ കാര്യം കഷ്ടം തന്നെ. 5 മലക്കുകളെ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്.
അവൻ ജനിച്ചത് മുതൽ ഈ 5 മലക്കുകൾ അവനോടൊപ്പം ഉണ്ട്. അവൻ മരിക്കുമ്പോഴേ അവരിനി പിരിയൂ. ഈ 5 മലക്കുകളുടെ കൂട്ടത്തിൽ കെട്ടിവെച്ചിരിക്കുക അവനെ. ഏതായി മലക്കൾ? മലക്കാന് ബില്ലയിലി 2 മലക്കുകൾ രാത്രി വരും അവനോടൊപ്പം. എന്നിട്ട് രാത്രി വെളുക്കുന്നത് വരെ അവൻ്റെ കൂടെ ഉണ്ടാവും ഈ മലക്കുകൾ. സഹോദരിയും ചിന്തിച്ചോ, ഈ അത് ഔറത്ത് ഒറ്റയ്ക്കാണെങ്കിലും വെളിവാക്കരുത് എന്ന് പറയുന്നത്. കാരണം ഈ മലക്കുകൾ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല, എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. ഈ മലക്കുകൾ നമ്മൾ ഈ മലമൂത്ര വിസർജ്യാദി കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർ മാറി നിൽക്കും, എന്നാലും അവരെ നോട്ടത്തിലാവും നമ്മൾ. ആ മറയിലൂടെയുള്ള നോട്ടം അവരപ്പോഴും അവരുടെ നോട്ടത്തിലാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ഒറ്റയ്ക്കാണെങ്കിലും മലക്കുകളുണ്ടാവും, സൂക്ഷിക്കണം, ഔറത്ത് മറയ്ക്കണം, വൃത്തി ഉണ്ടാകണമെന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർ ശപിക്കും. കാരണം അവരെ ഏൽപ്പിച്ച ജോലിയിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റൂല. പിന്നെ അവരുടെ പണി എന്താ? ശാപം തന്നെ. അവർ ശപിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. അവർ പരിശുദ്ധരാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. 2 മലക്കുകൾ രാത്രി, മലക്കാന് പിന്നെ രാവിലെ എത്തുമ്പോൾ ആ മലക്കുകൾ പോകും. അപ്പോഴേക്ക് വേറെ 2 മലക്കുകൾ വരും. പകല് മുഴുവനും ആ 2 മലക്കുകൾ നിരീക്ഷണം. മലക്കുല്ലാഹി യുഫാരിഖുഹു. പിന്നെ 5ാമതൊരു മലക്കുണ്ട്. ആ മലക്ക് വിട്ടൊരു നേരം ഉണ്ടാവില്ല. ആ മലക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ രാത്രിയിൽ വരുന്ന മലക്കുകൾ പോയാലും ആ മലക്ക് പോകില്ല, പകല് വരുന്ന മലക്കുകൾ പോയാലും ആ മലക്ക് പോകില്ല. ആ മലക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും മരിക്കുന്നത് വരെ. ഇങ്ങനെ 5 മലക്കുകളിലെ നിരീക്ഷണത്തിലാണ് അള്ളാഹു നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതിന് പുറമേ റഖീബ് അതീദ് എന്ന 2 മലക്കുകളുണ്ട്. ആ മലക്കുകൾ അറിയാതെ ഒരു വാക്ക് പോലും നമുക്ക് ഉച്ചരിക്കാൻ കഴിയൂല. ആ മലക്കുകൾ അറിയാതെ ഒരു വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ കഴിയൂല. ഉമ്മമാരെ, ഈ മലക്കുകളെ നമ്മൾ എപ്പോഴും പേടിച്ചേ പറ്റൂ. കാരണം അവര് നമ്മളെ ജീവിതം കംപ്ലീറ്റ് നിരീക്ഷിക്കുന്നുണ്ട്, അവര് മനസ്സിലാക്കുന്നുണ്ട്, അവര് എഴുതി തയ്യാറാക്കുന്നുണ്ട്. അവര് റബ്ബിനോട് നാളെ നമ്മെ കുറിച്ച് ചോദിക്കുമ്പോ ഇതൊക്കെയും റബ്ബിനോട് വിവരിക്കുമെന്നുള്ള ഭയം നമുക്കുണ്ടാകണമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഈ 6 ഭയം ഒരു വിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യന്റെ അവസാനം വരെ നിലകൊള്ളണമെന്ന് പരിശുദ്ധ ദീന് പഠിപ്പിക്കുമ്പോൾ മുഹറം 10ന്റെ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഈ പരിശുദ്ധ മജ്ലിസിൽ കൂടിയ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ശരീരത്തോടൊപ്പം പറയാനുള്ളത്, നമ്മൾ ചിന്തിക്കുക. ഈ 6 ഭയം നമുക്കുണ്ടാകണം. ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വേണം ജീവിക്കാൻ. ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയം. ഈ ഭയം ഇല്ലെങ്കിൽ നമ്മൾ എന്തും പറയില്ലേ, ആരെയും പറയില്ലേ, വരാൻ പാടില്ല. ഖൽബ് എപ്പോഴും ശുദ്ധീകരിക്കണം. മരണത്തെ സംബന്ധിച്ചുള്ള ഈ ഭയം പ്രത്യേകിച്ച് നമുക്കുണ്ടാകണം. അതുപോലെ ഈ മലക്കുകളെ കുറിച്ചുള്ള ഭയം, അതേപോലെ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഭയം, അതേപോലെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഭയം. ഇങ്ങനെ ഈ ഭയങ്ങളുടെ നടുത്തളത്തിൽ വെച്ച് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കലല്ലാതെ ഒരു വിശ്വാസിക്ക് തരയില്ല. കടമ്പകൾ ഏറെയുണ്ട് നമുക്ക് വിജയിച്ച് മുന്നേറാൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഇഖ്ലാസുള്ള അമലാക്കുമാറാകട്ടെ. ന്യൂനതകളും പിഴവുകളും അബദ്ധങ്ങളും ഒക്കെ പുറത്തു തന്ന് അള്ളാഹു അവന്റെ കൃപ കടാക്ഷം കൊണ്ട് ഈ പരിശുദ്ധ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ച് നമ്മളെ പരിശുദ്ധമായ മുഹറമിന്റെ 10ൽ അവൻ ലക്ഷക്കണക്കിന് അടിമകളെ വിജയികളാക്കി മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലിസ്റ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആ ലിസ്റ്റ് ഒന്ന് വായിച്ച് ചെറിയൊരു ദുആയും ചെയ്ത് നമുക്ക് പിരിയാം. ബൈജുദ്ദീൻ റബ്ബർ വിള ഒരു ചാക്കാരി, നബീസ ബീവി കുറ്റിക്കാട്ടിൽ വീട്ടൊരു ചാക്കാരി, അബ്ദുൽ ഹക്കീം ഒരു ചാക്കാരി, ഷാനവാസ് തോപ്പിൽ ഒരു ചാക്കാരി, ഷമീർ ചിറങ്ങി ഒരു ചാക്കാരി. ദുആ ചെയ്യാൻ മുഹമ്മദ് കാസിം 500 രൂപ. മരണപ്പെട്ട പിതാവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മകൻ അസീം നന്നാനി 1000 രൂപ. നിസാറുദ്ദീൻ ദുആ ചെയ്യാൻ 1000 രൂപ. ആബിദ ബീവി ദുആ ചെയ്യാൻ 100 രൂപ. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ അഷ്റഫ് ഫായിസ് നിവാസ് 100 രൂപ. മരണപ്പെട്ടവർക്കും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ നബീസ ബീവി കുറ്റിക്കാട് വീട് ഒരു ചാക്കാരി. ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ റംല ബീവി 102 രൂപ. മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ സോലിഹ 100 രൂപ. സുഖമില്ലാതെ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ സജീർ MS മനസ്സിൽ പാലോട് 500 രൂപ. നമ്മുടെ AM വലിയുള്ള, ശരിയാ, ഞാനിവിടെ ഈ കബറടി കേട്ടപ്പോഴേ ഓർത്താണ് AM വലിയുള്ള ജീവിച്ചിരിക്കുമ്പോൾ AM വലിയുള്ളയുടെ സ്വലാത്താണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഈ കബറടി പള്ളി നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടുന്ന തന്നെ AM വലിയുള്ള എന്ന ആചാര്യപ്പാപ്പായ മാനിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. എല്ലാ ബുധനാഴ്ചയും മിക്കവാറും ഒക്കെ അവരെ വീട്ടിൽ രാവിലെ ഒരു 9 മണി നേരത്തെത്തും. എന്നിട്ട് വർത്താനം പറയും. ഒരിക്കൽ ഞാൻ പിന്നെ തോന്നിയത് ഹൈർ തന്നെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അന്ന് ഒരിക്കൽ ചെന്നിട്ട് രാവിലെ അവർ ഓരത്തെത്തിയിട്ട് ചോദിച്ചു, ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ പാപ്പാന്ന്. എന്തെങ്കിലും ചൊല്ലാൻ ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാണ്. അതില്ലാതെ അങ്ങോട്ട് കയറി ചോദിച്ചു, സ്വലാത്തല്ലേ? പിന്നെ സ്വലാത്തല്ലേ? അവ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരുപാട് ചെല്ലിക്കോ എന്ന് പറഞ്ഞു. ഈ സ്വലാത്ത് അള്ളാഹു ആ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ നോട്ടം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിച്ച് മുത്തഖീകളായി, അവരൊക്കെ റബ്ബിലേക്ക് ലയിച്ചു പോയതുപോലെ അവരെ ഹക്ക് കൊണ്ട് അങ്ങനെ തന്നെ ലയിച്ച് സലാമത്താകാൻ അവരുടെയൊക്കെ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയ റബ്ബ് നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബസമേതം തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജരുപ്പട അനുജൻ വഫാത്തായില്ലേ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നസീബാക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനും മക്കളുടെ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാനും ഒരു സഹോദരി 1500 സംഭാവന. ഇനി നാളെ എപ്പോഴാണ് മജ്‌ലിസ്? നോമ്പ് തുറന്നുണ്ട്. കെ പി ഉസ്താദും വരും, പെരിങ്ങാട് ഉസ്താദും വരും. അപ്പോൾ നാളെ നോമ്പ് കുറിച്ചിട്ട് മജ്‌ലിസ് തുടങ്ങണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും നേരത്തെ എത്തുക. നാളെ നമ്മുടെ വന്ദ്യരായ കെ പി ഉസ്താദും അതുപോലെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ പെരിങ്ങാട് ഉസ്താദും ഒക്കെയാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. അള്ളാഹു എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. ആ മജ്‌ലിസിലൊക്കെ ഈ പാപിയെ കൂടി എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂടെ വന്ന സഹോദരങ്ങളെയും ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സഹോദരങ്ങളുണ്ട്, അവരൊക്കെയും നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ദുആയിൽ നിങ്ങളുണ്ടാകും. അള്ളാഹു ആരുടെയെങ്കിലൊക്കെ നന്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. മൈക്കുകാരൻ ക്ഷീണത്തിലാന്ന് തോന്നുന്നു. നന്നായിരുന്നു മൈക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കണമേ റഹ്മാനെ. പാപികളാണ് റബ്ബേ, ദോഷികളാണ് റബ്ബേ, അക്രമികളാണ് റബ്ബേ, തോന്നിവാസികളാണ് റഹ്മാനെ. എല്ലാം ഈ പരിശുദ്ധ രാത്രിയിൽ തുറന്ന് സമ്മതിക്കുകയാണ് റഹ്മാനെ. പിഴവ് പറ്റിപ്പോയേ അല്ലാഹ്, അക്രമങ്ങളിൽ വീണുപോയേ റഹ്മാനെ, മനഃപൂർവ്വം പോലും അതിക്രമങ്ങൾ ചെയ്തു പോയേ തമ്പുരാനെ. എല്ലാം അറിയുന്ന റബ്ബേ, ഒന്നും ന്യായീകരിക്കുന്നില്ല റബ്ബേ. ഈ അടിമകളോട് പൊറുക്കണേ അല്ലാ, ക്ഷമിക്കണേ അല്ലാ, അഫുവേകണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളെ ശിക്ഷിക്കരുതേ അല്ലാ, ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ, ഞങ്ങളോട് കോപിക്കരുതേ അല്ലാ, ഇറങ്ങിപ്പോടാന്ന് പറയരുതേ അല്ലാ. നീ ഇറക്കി വിട്ടാൽ പിന്നെ ആരാ ഞങ്ങളെ സ്വീകരിക്കുക റഹ്മാനെ? പിന്നെ ആരാ ഞങ്ങൾക്ക് അഭയം തരിക റഹ്മാനെ? ഇല്ല റബ്ബേ, നീയല്ലാതെ ഒരു അഭയമില്ല റഹ്മാനെ, നീയല്ലാതെ ഒരു പ്രതീക്ഷയില്ല തമ്പുരാനെ, നീയല്ലാതെ ഒരു വിജയമില്ല റഹ്മാനെ. അതുകൊണ്ട് മനസ്സുകൊണ്ട് പാതാളത്തോളം താഴ്ന്നു യാചിക്കുകയാണ് റഹ്മാനെ. ഈ പാവങ്ങളെ കൈവിടല്ലേ അല്ലാ, ഈ പാവങ്ങളെ തടയല്ലേ അല്ലാ, ഈ പാവങ്ങളെ വെറുക്കരുതേ അല്ലാ. ഈ ചോദിക്കുന്നതിൽ വരുന്ന എല്ലാ പിഴവുകളും അനാദരവും മതപകേടുകളും ഇഖ്ലാസിന്റെ കുറവുകളും നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. അതിൻ്റെ പേരിലും നീ തട്ടിക്കളയരുതേ അല്ലാ. പടച്ചവനെ, മരണം പറഞ്ഞ മജ്‌ലിസാണ് റഹ്മാനെ. ഇന്ന് വരെ ഞങ്ങൾ മരണത്തിന് വേണ്ടി തയ്യാറായിട്ടില്ല റബ്ബേ. ഏത് നിമിഷവും മരണം ഞങ്ങളെ പിടികൂടുമെന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ. പക്ഷേ ജീവിതത്തിൽ ഇന്നോളം മരണത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഒരു നല്ല നന്മ പോലും ചെയ്തത് പറയാറില്ല റഹ്മാനെ.
ചെയ്തു കൂട്ടിയതിലൊക്കെയും തിന്മകളാണ് റബ്ബേ. ഇനി നന്മകൾ ചെയ്തെങ്കിൽ അതിലൊക്കെ ഒരുപാട് ന്യൂനതകളുണ്ട് റഹ്മാനെ. അതുകൊണ്ട് പടച്ചവനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ അല്ലാ. ദീർഘായുസ് തരണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും തരണേ അല്ലാ. അത് മുഴുവനും നിനക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഹാജിയാരുപ്പാപ്പയായ എം വലിയുള്ള എന്ന മഹാന്റെ ജീവിതം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ മുമ്പിലുണ്ട് റഹ്മാനെ. അവരെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ മാനസിക അവസ്ഥ ഞങ്ങൾക്കും തരണേ അല്ലാ. അവര് നടന്ന വഴിയെ സഞ്ചരിച്ച് നിന്നെ അറിയാനും നിന്നിൽ ലയിക്കാനും നിന്നിലടുക്കാനും നിന്നിലണയാനും നിന്റെ പൊരുത്തം വാങ്ങാനുമൊക്കെ ഞങ്ങൾക്കും അവരെ ബറക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ഭാഗ്യം തരണേ അല്ലാ. റൂഹിന്റെ ലോകത്ത് ആ മഹാനെ സന്തോഷിപ്പിക്കുന്ന മുത്തുമക്കളുടെ അമലാക്കേടമേ റഹ്മാനെ. ഇതിന്റെ മിഥില് സവാബിനെ അവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് പള്ളിക്കാടുകൾ വിശ്രമിക്കുന്ന ഖബറാളികൾക്ക് മുഴുവനും ഈ മജ്ലിസിന്റെ സവാബിനെ നൽകണേ അല്ലാ. അവരെ മണ്ണറകളെ സ്വർഗീയ മണിയറകളാക്കണേ അല്ലാ. അവരാരെയും ശിക്ഷിക്കരുതേ റഹ്മാനെ. മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ റബ്ബേ ഞങ്ങളിൽ രോഗികളുണ്ട് റഹ്മാനെ. ശിഫ നൽകണേ അല്ലാ. ശിഫ തരണേ അല്ലാ. എന്തൊക്കെ രോഗങ്ങളാണ് റഹ്മാനെ. കേവലം 20 വയസ്സുള്ള മുത്തുമോനെ സംബന്ധിച്ച് അവന്റെ ബ്ലഡ് മുഴുവനും ക്യാൻസറാണെന്ന വിവരം അറിയാൻ കഴിഞ്ഞു റഹ്മാനെ. പടച്ചവരെ ആ മുത്തുമോനെ ശിഫ നൽകണേ അല്ലാ. അതുപോലെ റബ്ബേ ഞങ്ങളെ മക്കളെ നീ കാക്കേടമേ റഹ്മാനെ. ഞങ്ങളെ ഇണകളെ നീ അത്യാദി രോഗങ്ങളിൽ നിന്ന് സലാമത്താക്കേടമേ റഹ്മാനെ. ജക്കളെയും നീ സലാമത്താക്കണേ അല്ലാ. അങ്ങനത്തെ രോഗങ്ങളോ വേദനകളോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ വിഷമങ്ങളോ അപകടങ്ങളോ ദുരന്തങ്ങളോ ദുരിതങ്ങളോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വിധിക്കരുതേ അല്ലാ. വിധിക്കരുതേ അല്ലാ. ഈമാന് കരുത്തില്ല റഹ്മാനെ. ഈമാന് കരുത്തില്ല തമ്പുരാനെ. ഈമാന് ബലമില്ല റഹ്മാനെ. മുൻഗാമികളെ പരീക്ഷിച്ചതുപോലെ ഈ പാവങ്ങളെ നീ പരീക്ഷിച്ചാൽ ഞങ്ങൾ തകർന്നു പോകും റഹ്മാനെ. അതുകൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാ. അതുപോലെ റബ്ബേ ഈമാന്റെ വിഷയത്തിൽ അല്ലാഹനെ ഭയപ്പെടണമെന്ന് പറഞ്ഞ മജ്ലിസാണ് റഹ്മാനെ. ഞങ്ങളെ ഈമാനൊരു കോട്ടവും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ ഈമാനൊരു കോട്ടം വരുത്തരുതേ അല്ലാ. ഞങ്ങൾ നിസ്കരിച്ചു, ഞങ്ങൾ മുസ്ലിമായി ജീവിച്ചു, ഞങ്ങൾ നോമ്പ് പിടിച്ചു, നിസ്കാര തഴമുള്ളവരായി, ഹജ്ജ് ചെയ്തവരായി, പർദയിട്ടവരായി, സ്വലാത്ത് ചൊല്ലിയവരായി, ഖുർആൻ ഓതിയവരായി, അങ്ങനെ പ്രതീക്ഷയോടെ ജീവിച്ചു. അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന ഗതികേടിലേക്ക് ഞങ്ങളെ തള്ളിക്കളയരുതേ അല്ലാ. തള്ളരുതേ അല്ലാ. ഞങ്ങളെ ഈമാനെ നീ സംരക്ഷിക്കണേ അല്ലാ. ഒരു ശൈത്താനും ചതിച്ച് നശിപ്പിക്കാ നീ വിട്ടുകൊടുക്കരുതേ അല്ലാ. അങ്ങനത്തെ ഒരു ചെയ്തിയോ ഒരു ചിന്തയോ ഒരു പ്രവൃത്തിയോ ഒന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് തരല്ലേ അല്ലാ. അങ്ങനത്തെ എല്ലാ ചിന്തകളിൽ നിന്ന്, അങ്ങനത്തെ എല്ലാ പ്രവൃത്തികളിൽ നിന്ന്, അങ്ങനത്തെ എല്ലാ പറച്ചിലുകളിൽ നിന്ന്, അങ്ങനത്തെ എല്ലാ കേൾവികളിൽ നിന്ന്, അങ്ങനത്തെ എല്ലാ കാഴ്ചകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ അരുമ മക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാ. സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെയൊക്കെ വിജയിപ്പിക്കണമേ റഹ്മാനെ. അതുപോലെ റബ്ബേ ഞങ്ങളെ തൊഴിൽ മാർഗങ്ങൾ കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് തരണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസുലാക്കണേ അല്ലാ. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണേ അല്ലാ. ദുഃഖങ്ങളൊക്കെ അകറ്റേണമേ തമ്പുരാനെ. അതുപോലെ റബ്ബേ ഞങ്ങളെ മജ്ലിസിലുള്ള ബഹുമാന്യരായ പിതാക്കന്മാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് സന്തോഷവും സമാധാനവും നൽകണമേ റഹ്മാനെ. അവരൊക്കെ കൊതിക്കുന്നത് പോലെ മക്കളെ
മക്കളാകുന്ന ഞങ്ങളെ നീ അവരെ സ്നേഹനിധികളാക്കി നൽകണേ അല്ലാ. അതുപോലെ റബ്ബേ ഞങ്ങളെ സഹോദരിമാരെ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ ഓമന പെൺമക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ. അവര് കോളേജുകളിൽ പഠിക്കുമ്പോഴായാലും സ്കൂളുകളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഒരു ചതികളിലും അവരെ പെടുത്തരുതേ അല്ലാ. ഒരു വഞ്ചനകളിലും അവരെ പെടുത്തരുതേ അല്ലാ. ഒരു കപടതകളിലും അവരെ പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ നല്ലവരായ യുവമക്കളെ നീ സംരക്ഷിക്കണമേ റഹ്മാനെ. ദീനിനുപകരിക്കുന്ന യുവത്വമാക്കണമേ അല്ലാ. അർശിന്റെ തണല് കിട്ടുന്ന യുവതയാക്കണമേ അല്ലാ. പരിശുദ്ധ ദീനിന്റെ നിരക്കാത്ത ഒന്നും അവരിൽ നിന്ന് വരുത്തരുതേ അല്ലാ. കിബ്റിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, ഹസദിൽ നിന്ന്, റിയായിൽ നിന്നൊക്കെയും ഞങ്ങളെ ഖൽബിനെ നീ സലാമത്താക്കി തരണേ അല്ലാ. ഈ പള്ളിയുടെ പരിപാലകർക്ക് ഖൈറേകണേ അല്ലാ. അതുപോലെ തന്നെ പടച്ചവനെ നാളത്തെ മജ്‌ലിസിനടക്കം ഓടി നടക്കുന്ന പ്രവർത്തകർക്ക് മുഴുവനും നീ പ്രതിഫലം നൽകണേ അല്ലാ. അതുപോലെ ഈ പരിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട മുത്തഅല്ലിമീങ്ങളായ പൊന്നുമക്കളെ നല്ല ഹാഫിലീങ്ങളും ആലിമീങ്ങളുമാക്കേണമേ തമ്പുരാനെ. ഇവിടുത്തെ ഉലമാക്കളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് വെള്ളമൊഴിക്കാനടക്കം ഓടി നടക്കുന്ന പ്രിയ സഹോദരനടക്കം എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. എൻ്റെ പ്രിയ സ്നേഹിതന്മാരായ നൗഫൽ ഉസ്താദ്, അതുപോലെ തന്നെ പ്രിയ പ്രാസംഗികനായ പ്രിയപ്പെട്ട സഹോദരൻ റാസി ബാക്കവി ഉസ്താദ് അടക്കം എല്ലാവിധ ഖൈറാത്തുകളും ബറകാത്തുകളും നിറയ്ക്കണമേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ദീനിന്റെ ഇഖ്ലാസുള്ള ഖാദിമങ്ങളാക്കി നിലനിർത്തി തരണേ അല്ലാ. നിലനിൽക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എല്ലാറ്റിലും ഉപരി ഞാൻ ഇവിടെ വരാൻ പോലും കാരണക്കാരനാക്കി നീ നിശ്ചയിച്ച ഇവിടുത്തെ അനുഗ്രഹീതമായ ഖത്തീബ് ഉസ്താദ്, മുദരിസ് ഉസ്താദ്, ഹാഫിളായ പ്രിയപ്പെട്ട വാഫി ഉസ്താദിന്റെ ഖൈർ ബറക്കത്തുകളെ നിറയ്ക്കണേ അല്ലാ. ഈ നാട്ടിലെ ഖബൂലിയത്ത് നൽകണേ അല്ലാ. ഈ നാട് കൊണ്ടറിയപ്പെടുന്ന മഹാനായ വലിയുള്ളാടെ നോട്ടത്തിലും കരുണയിലുമാക്കണേ അല്ലാ. അവരെ ശിക്ഷണം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ദീനിന്റെ മുഖ്ലിസായ ഉലമാക്കൽ അദ്ദേഹത്തെയും ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണേ അല്ലാ. നാളത്തെ മജ്‌ലിസിനെ സഹായിച്ചവരെയൊക്കെയും നീ സഹായിക്കണേ അല്ലാ. എല്ലാ ഹക്കുകളും വീട്ടിയിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കരുതേ റഹ്മാനെ. മറ്റു നാടുകളിൽ നിന്ന് ഞങ്ങളെ മജ്‌ലിസിലെത്തിയവരുണ്ട് റബ്ബേ. അവരെയൊക്കെ നിന്റെ അതിഥികളാക്കി പരിഗണിക്കണമേ തമ്പുരാനെ. അവരെ യാത്രയിലെ ഓരോ സെക്കൻഡുകൾക്കും പ്രതിഫലം നൽകണമേ റഹ്മാനെ. അവരും പള്ളി പരിപാലകരും ദീനിന്റെ ഖാദിമീങ്ങളും ഒക്കെയാണ് റബ്ബേ. നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്‌ലിസിലെ ലൈവായി കാണുന്നവരുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർക്ക് നൽകുന്ന അതേ പ്രതിഫലം അവർക്കും നൽകണമേ തമ്പുരാനെ. അവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ സഹകരിക്കുന്ന മജ്‌ലിസാണ് തമ്പുരാനെ. ഞങ്ങൾ ആ സഹോദരങ്ങൾക്കും നീ ഹിദായത്ത് നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും തീർക്കണേ അല്ലാ. അവർക്കും സന്തോഷവും സമാധാനവും നൽകണമേ തമ്പുരാനെ. വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും മതനിരപേക്ഷതയോടെയും ജീവിക്കുന്ന നല്ലവരായി ഇതര മത അനുയായികളുടെ സംഗമ ഭൂമികയാക്കി ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതുപോലെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയവരാരോ അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം നിശ്ചയിക്കണേ അല്ലാ. ആ വീട്ടിൽ റിസ്ഖ് വിശാലമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തും കൊയ്ത്തൂർകോണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുണ്യം കൂട്ടായ്മയും ഖബറടി മുസ്ലിം ജമാഅത്ത് പാലിയേറ്റീവ് ഫൗണ്ടേഷനും കൂടി മൂവരും സംയുക്തമായി നടത്തുന്ന RCCയിലെ വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നമ്മുടെ 29ാം സ്വലാത്ത് വാർഷിക മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ്
ജൂലൈ 20 വരുന്ന ശനിയാഴ്ച രാവിലെ 9:30 മുതൽ നമ്മുടെ ഖബറടി മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉമ്മമാരും സഹോദരി സഹോദരന്മാരും രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരുമായി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാം ദിനമായ ഇന്ന് നമ്മളുമായി സംവദിച്ച കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമും നമ്മുടെ ഗുരുവും വഴികാട്ടിയുമായ ഉസ്താദ് അബൂ റബീഅ സദഖത്തുല്ലാഹ് ബാക്കവി ഉസ്താദിന് ഖബറടി മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെയും എന്റെയും ഹൃദ്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് നല്ല ആഫിയത്തുള്ള സുഹ്ഹത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം മജ്ലിസുകൾക്ക് അല്ലാഹു നേതൃത്വം കൊടുക്കാനുള്ള എല്ലാവിധ സൗഭാഗ്യവും അവസരവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.